അക്ഷയ് ഓഡിബിൾ ആണോ അക്ഷയ്? വൺ സെക്കൻഡ്. ഓക്കെ, അക്ഷയ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ? അൺമ്യൂട്ട് ചെയ്തോ? സാർ കേൾക്കാം. ആ ആൾക്കാരൊക്കെ വരുന്നത്രേ. ആ എവിടെയാണ്? പിന്നെ അക്ഷയ്, അക്ഷയ് ലാസ്റ്റ് വീക്കിൽ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല ഇല്ല സാർ. ഇല്ല, എനിക്ക് അക്ഷയ് പറയുന്ന വലിയ ഒച്ചയിൽ കേൾക്കുന്നില്ല, സൗണ്ട് കുറവാ. ഇപ്പൊ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. പിന്നെ അക്ഷയ് എപ്പോ ജോയിൻ ചെയ്താ? ഞാൻ ജനുവരി 1 തന്നെ. ജനുവരി 1 മുതൽ തന്നെ ഉണ്ട്. ഓക്കെ. അക്ഷയ് ഇപ്പൊ വീക്ക് 3 കഴിഞ്ഞു അപ്പോ? ഇല്ല സാർ, 2 കഴിയാറായിട്ടുള്ളൂ. കേട്ടില്ല ഞാൻ. വീക്ക് 2 ആയിട്ടുള്ളൂ. ഓക്കെ, വീക്ക് 2 വരെ ആയിട്ടുള്ളൂ അല്ലേ? ആ ഓക്കെ. അതിന്റെ ഒരു വീക്ക് എന്താ ലാഗ് വരാൻ കാരണം? മീൻസ് പഠിച്ചെത്താത്തത് കൊണ്ടാണോ അല്ല ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ? ഇടയിൽ വേറൊരു എക്സാമിന്റെ പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ. പക്ഷേ ശരിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത്? മീൻസ് എന്താ ചെയ്യുന്നത് വെച്ചാല് ഓൾറെഡി വേറെ ഏതെങ്കിലും സ്റ്റുഡന്റ് ആണോ അല്ല ഫുൾ ടൈം പ്രിപ്പറേഷൻ ആണോ അല്ല ജോബ് ചെയ്യുകയാണോ? അങ്ങനെ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യാൻ. ഫുൾ ടൈം പ്രിപ്പറേഷൻ ആണ്. പിന്നെ ആ മീൻസ് അക്ഷയ് ഇപ്പോ മീൻസ് ഡിഗ്രി ഏതാ കഴിഞ്ഞേ? എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ. കേട്ടില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ. ആ അതെ. ഏത് വർഷം കഴിഞ്ഞു? 21 2021 കഴിഞ്ഞത്. ആ അതിനുശേഷം പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയോ അല്ല മീൻസ് കോച്ചിങ്ങിനോ മറ്റോ പോയിട്ടില്ല? കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നോ? ആ എവിടെയായിരുന്നു? അല്ല സാർ, ഇതല്ല ഇലക്ട്രിക്കലിന്റെ തന്നെ മറ്റേ സബ് എഞ്ചിനീയറിന്റെ കോച്ചിങ്. ഓക്കെ. അല്ല, സിവിൽ സർവീസ് എക്സാം അക്ഷയ് ഏതിനാ? സിവിൽ സർവീസ് എക്സാം അല്ലേ നോക്കുന്നത്? ആ അതെ. ഇപ്പൊ അതെ. അതിന്റെ എന്തിനെങ്കിലും പോയിരുന്നോ? ഇല്ല ഇല്ല. ഇല്ല, പോയിട്ടില്ല. അപ്പോ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അത് കേരള PSC വേണ്ടി നോക്കിയതായിരിക്കും അല്ലേ? സബ് ആ എഞ്ചിനീയർ. അതെ. അത് ആ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞോ? ആ കഴിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ. അപ്പോ ഈ സിവിൽ സർവീസ് എക്സാമിന് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് ഇപ്പൊ ഒരു 2-3 മാസം. 3 months ആയതേ ഉള്ളൂ. ആ ഓക്കെ. അപ്പോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് മീൻസ് ഇതിനു മുന്നേ വേറെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? മീൻസ് ഇല്ല ഇല്ല. ഇല്ല. ഓക്കെ. അപ്പം അക്ഷയ് എക്സാമിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? മീൻസ് എക്സാമിനെ കുറിച്ച് എന്ന് വെച്ചാൽ എക്സാം എങ്ങനെയാണ് അതിന്റെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ? ആ അതെ, പ്രീവിയസ് പിന്നെ മറ്റേ ഫൗണ്ടേഷൻ ക്ലാസ് ഐഡിയ ഒക്കെ. ഉണ്ടല്ലോ. മീൻസ് നമ്മളിപ്പോ ഒരു കേരള PSC സബ് എഞ്ചിനീയറിന്റെ എക്സാമിന് പഠിക്കുന്ന ആ ഒരു രീതിയല്ല വേണ്ടേ? ആ മനസ്സിലായോ? അതായത് നമ്മൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. ശരി ഉത്തരം കിട്ടുന്നത് രണ്ടാമത്തത്. അറ്റ്ലീസ്റ്റ് ചോദ്യത്തെ അറ്റൻഡ് ചെയ്യാൻ പോലും മീൻസ് ഒരു ചോദ്യം വായിച്ചാൽ മനസ്സിലാവണ്ടേ ആദ്യം? മനസ്സിലാവണമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രാസ്പ് വേണം സബ്ജക്റ്റിന്റെ മേലെ. കേൾക്കുന്നുണ്ടോ അക്ഷയ്? ആ കേൾക്കുന്നുണ്ട്. അപ്പം അക്ഷയ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ഓക്കെ. ആ നമ്മള് കുറച്ച് പഠിച്ചു, അത് മനസ്സിലായി എന്നല്ല, നമുക്ക് ആ ഒരു പഠിച്ച കാര്യങ്ങള് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് മറ്റു കാര്യങ്ങളൊന്നും കൂടെ ഉറപ്പുവരുത്തണം. ഇപ്പൊ അക്ഷയുടെ ഒരു ലാസ്റ്റ് 2 വീക്സിലെ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട് അക്ഷയ് നോക്കിയിട്ട്? കുഴപ്പമൊന്നുമില്ല സാർ. പിന്നെ അക്ഷയ് എങ്ങനെയാ ചിലതൊക്കെ. സ്റ്റഡി ചെയ്യുന്നത് എങ്ങനെയാ? സെൽഫ് സ്റ്റഡി അല്ലേ? ആ അതെ. ക്ലാസ് എന്തെങ്കിലും ഉണ്ടോ അല്ല ബുക്ക് മാത്രമാണോ? ബുക്കാണ്. ബുക്കാണ്. അപ്പോ ഇപ്പം എക്കണോമി ആവുമ്പോൾ രമേശ് സിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ അതെ. രമേശ് സിംഗ് പിന്നെ NCERT യൂസ് ചെയ്യുന്നുണ്ടോ? ആ യൂസ് ചെയ്യുന്നുണ്ട്, NCERT ഹിസ്റ്റോറിക്കൽ ബേസ്. എങ്ങനെ രമേശ് സിംഗ് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആ അത് അത്ര കുഴപ്പമില്ല. കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. ആ ഓക്കെ. NCERT ഈസ് ആൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ. ആ അത് പിന്നെ ഈ പ്രീ പോസ്റ്റ് കൂടി നോക്കുന്നുണ്ട്. കേട്ടില്ല. ഇതില്
ആപ്പില് ഫ്രീ കോഴ്സ് ഇല്ലേ ആ ഫ്രീ കോഴ്സ് ആണ്. എൻഷ്യന്റിന്? അത് കൂടി അപ്പോൾ നോക്കാം. മീൻസ് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. മീൻസ് ഇടയിൽ ഒരു വീക്ക് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ ആ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴോ ചിലത് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്യുമ്പോൾ വഴി നോക്കാം. കിട്ടുന്നില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സ്റ്റാറ്റിക് എന്നുള്ളതുണ്ടാവും, കറണ്ട് അഫയേഴ്സിന്റെ ഉണ്ടാവും, പിന്നെ ആ അടുത്തത് പിന്നെ പ്രീലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ആ ഇതില് സ്റ്റാറ്റിക് മീൻസ് ആ എക്കണോമിന്നും അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാ കിട്ടുന്നുണ്ടോ പഠിച്ചത്? അത് കിട്ടുന്നുണ്ട്. ആ അത് കിട്ടുന്നുണ്ട്. അതും കറണ്ട് അഫയേഴ്സും കിട്ടും. കിട്ടുന്നുണ്ട്. പിന്നെ പ്രിലിംസിന്റെ പ്രീവിയസ് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് റാൻഡം ക്വസ്റ്റ്യൻസ് ആണല്ലോ, നമ്മൾ പഠിച്ചത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ഓക്കെ, അത് മീൻസ് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് പരിചയമാവുക എന്നുള്ളതാ. ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്റ്റാറ്റിക്കിൻ്റെതാണെങ്കിൽ നിങ്ങളുടെ നോട്ടിന്റെ സൈഡിലോ ഒക്കെ ആയിട്ട് നോട്ട് ചെയ്യാം. കറണ്ട് അഫയേഴ്സിനാണെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അറിയാത്ത കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ. അതുപോലെ പ്രിലിംസിൻ്റെതാണെങ്കിൽ ഒരു സെപ്പറേറ്റ് പ്രിലിംസിന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനൊരു പ്രത്യേകം ബുക്ക് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പുതിയതായിട്ട് ഇപ്പൊ പഠിക്കാത്ത കാര്യമായിരിക്കും. ഉദാഹരണത്തിന് അക്ഷയ് പഠിക്കുന്നത് എക്കണോമിയാണ്, ചിലപ്പോൾ അക്ഷയ്ക്ക് വന്ന ചോദ്യം ജോഗ്രഫിയുടെ ചോദ്യമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ മീൻസ് പഠിക്കാത്തതാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ മീൻസ് മിക്സ് ചെയ്തിട്ട് ചെയ്യുവാണ്. സ്വാഭാവികമായിട്ട് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പഠിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഏരിയാസ് ഒക്കെ ഒന്ന് അത്യാവശ്യം കവർ ചെയ്തിട്ട് വരും. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ പഠിക്കുന്ന സമയത്ത് അക്ഷയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമതകളോ ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. റിവിഷൻ ചെയ്യുന്നുണ്ടോ? പഠിച്ചത് വായിച്ചു നോക്കുന്നുണ്ടോ ഇതിനാ? ആ ഒരു വീക്ക് കഴിയുമ്പോ നോക്കുന്നുണ്ട്. കേട്ടില്ല. ഒരു വീക്ക് കഴിയുമ്പോ നോക്കാറുണ്ട്. നോക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, പഠിച്ചതൊക്കെ ഓർമ്മയിലൊക്കെ ഉണ്ടല്ലോ. അതുണ്ട്. അപ്പൊ ഇതിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങള് നമുക്ക് ഓർമ്മിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം ആൾക്കാരെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഓർമ്മിച്ച് വെക്കൽ തന്നെയാണ്. അപ്പൊ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ആ സാധനം വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റിവിഷൻ എന്ന് വിളിക്കും. പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാല് ഒരു 3 വീക്ക് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചത് നോക്കുമ്പോൾ അതെല്ലാം പുതിയതായിട്ട് പഠിക്കുന്നവർ ഒന്നും പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ഒരു കോൺഫിഡൻസ് അങ്ങ് പോയി കിട്ടും. അയ്യോ, ഞാൻ മൂന്നാഴ്ച പഠിച്ചത് ഒന്നും എനിക്ക് ഓർമ്മ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു കോൺഫിഡൻസ് പോവും, പിന്നെ വീണ്ടും നമ്മൾ ഡെസ്പായിരിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പഠിച്ചത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുന്നുണ്ട്, ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മീൻസ് തുടക്കത്തിലൊക്കെ ചെയ്യും ചില ആൾക്കാർ, കുറച്ച് കഴിയുമ്പോൾ മിസ് ചെയ്യും. അപ്പൊ അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അക്ഷയുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് വേണം. ഇപ്പൊ അക്ഷയ് ഓൾറെഡി 2 വീക്സ് അല്ലേ ആയത്, 2 വീക്ക് അല്ലേ കഴിഞ്ഞ? 2 വീക്ക്. ഓക്കെ, അപ്പൊ മീൻസ് ഇതിലിപ്പോ ഇഷ്യൂ ഇല്ല. 1 വീക്ക് ഇപ്പം ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ 3 വീക്സ് ആയിട്ടുണ്ടാവും, 3 വീക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ 3 വീക്ക് എന്ന് പറയുന്നത് മീൻസ് നമ്മള് ഇപ്പൊ ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്കൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. മീൻസ് ഇടയിൽ ഇങ്ങനത്തെ ലാഗും ഒക്കെ വരും, ഹെൽത്ത് ഇഷ്യൂസും മറ്റു പ്രശ്നങ്ങളും വരും, വേറെ എന്തെങ്കിലും തിരക്കുകളൊക്കെ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ചെറിയൊരു ലാഗ് വരും. അപ്പം ആ ലാഗിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടൈം ഇപ്പൊ ജാനുവരിയിലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം മീൻസ് ആ ഒരു 1 വീക്ക് പോയത് ഒരു കൺസേൺ അല്ല. എന്ത് ചെയ്യുക, മീൻസ് 2 വീക്ക് കഴിഞ്ഞു, മീൻസ് ഒരു 1 വീക്ക് ലാഗിൽ അങ്ങ് പോയിക്കോട്ടെ ഇനി അങ്ങോട്ട്. ഓക്കെ, മീൻസ് മീൻസ് അക്ഷയ്, ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് ഇപ്പൊ ഞാനിപ്പോ ഒരു 1 വീക്ക് ലാഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 3rd വീക്ക്, മറ്റുള്ളവർ 3rd വീക്ക് കഴിഞ്ഞു. അക്ഷയ് അടുത്ത വീക്കിൽ ഈ 3rd വീക്കും 4th വീക്കും കൂടി തീർക്കാനുള്ള ആ ഒരു എഫേർട്ട് ഒന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു 1 വീക്ക് ലാഗിൽ തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. വേറെ എന്തെങ്കിലും സ്പെസിഫിക്കലി എന്തെങ്കിലും ഉണ്ടോ അക്ഷയ്? ഇല്ല, വേറെ ഒന്നും. കേട്ടില്ല ഞാൻ. വേറെ ഒന്നുമില്ല. പിന്നെ ഒന്നുമില്ല. കറണ്ട് ഓക്കെ, അഫയേഴ്സ് അപ്പൊ ഞാൻ അടുത്ത ആളിലേക്ക് മതി. അമൃതയിലേക്ക് പോകാം. അമൃത, അമൃത, അമൃത ഓഡിബിൾ ആണോ?
അമൃത ഓഡിബിൾ അല്ല എന്നിരിക്കുന്നു. Yes. അമൃത സർ കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ട് സർ. എങ്ങനെയുണ്ടായിരുന്നു വീക്ക് 3? കുഴപ്പമില്ല സർ. കംപ്ലീറ്റ് ആയിരുന്നോ? എനിക്ക് ഇല്ല എനിക്കൊരു 3 ഡേ പെൻഡിങ് ഉണ്ടായിരുന്നു. ഒരു ഡേ പെൻഡിങ് ആയി പോയോ? അല്ല 3 ദിവസം. 3 ദിവസം എന്ത് പറ്റി? എനിക്കൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലേ? ഓക്കെ. 3 days മീൻസ് കുഴപ്പമില്ല. മീൻസ് അതിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഓവർലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഹെൽത്ത് ഓക്കെ ആയോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം മീൻസ് അതിനെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ മീൻസ് പിന്നെ വീക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ആ ഡെയിലി ടാർഗറ്റുകൾ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് തന്നെ പോയാൽ മതി. ഓക്കെ. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മീൻസ് ഇപ്പം ആ ഒരു 3 days പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃതയും ആ ഒരു 1 week പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങൾ ആ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് എടുക്കും. കാരണം നമുക്ക് ഓൾറെഡി ടൈം ഉണ്ട്, ഒരു നീണ്ട ടൈം നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ഈ വർഷത്തെ പ്രിലിംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നുണ്ട്? ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാനുള്ളത്? ഇത് വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ നേരത്തെ NCERT ഒക്കെ വായിച്ചതാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴും വായിക്കുമ്പോ പുതിയതുപോലെ തോന്നണം. അപ്പൊ ഈ പോകുമ്പോ ഞാനിപ്പോ അക്ഷയോട് പറഞ്ഞതേ ഉള്ളൂ. അതായത് വായിച്ച സാധനങ്ങൾ ഇടക്കിടക്ക് എടുത്തു നോക്കിയില്ലെങ്കിൽ എല്ലാം പുതിയതായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിന്റെ ആകുമ്പോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം അത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനം. ആൾക്കാർ മിസ് ചെയ്യുന്ന സംഭവം ഇതാ. സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് പോകും. നമ്മൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് നോക്കുമ്പോൾ അത് അയ്യോ ഇത് പുതിയതുപോലെ ഉണ്ടല്ലോ, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ഒറ്റ ഡ്രോപ്പ് ആയി പോകും. പിന്നെ നമുക്ക് ആദ്യം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാ വരുക. ഇപ്രാവശ്യത്തേക്ക് പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് നന്നായിട്ട് നോക്കാന്നുള്ള ഒരു ടെൻഡൻസിയാണ്. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും നോക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. ധൈര്യത്തോടെ പോയി എക്സാം എഴുതാനുണ്ടാവില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കിപ്പ് ചെയ്ത സാർ. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് അപ്പൊ നോക്കണം. അങ്ങനെയാ സംഭവിക്കാം. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ് റിവിഷൻ എന്നുണ്ടെങ്കിൽ പോലും അത് മുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഇത് നമ്മൾ മിസ്സാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ മിസ്സാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആയിട്ട് വരും. അപ്പൊ പിന്നെ നമ്മളത് മിസ് ചെയ്യും. എന്നിട്ട് നമ്മളെന്താ വിചാരിക്കാം, ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാന്നൊക്കെ വിചാരിക്കും. അത് നടക്കൂല. എന്നാ വിചാരിച്ച എല്ലാ സബ്ജക്റ്റും പഠിച്ചതിന്റെ റിവിഷൻ ചെയ്യാന്ന്. അപ്പൊ പഠിക്കാൻ പോകുമ്പോഴത്തേക്കുണ്ടാവും ഈ സബ്ജക്ട് പുതിയത് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ പിന്നെ നേരത്തെ നേരത്തെ ഞാൻ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ആ ടൈം ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെയൊക്കെയോ അത് നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ റിവിഷനൊന്നും സമയം ഉണ്ടാവില്ല. ആ ദിവസം കഴിയണതിന്റെ ഉള്ളിൽ അത് മൊത്തം വായിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അതിനുള്ള ഓട്ടത്തില് ഒന്നും പഠിച്ചൊന്നും പിന്നെ ഓർമ്മയില്ല. ഇല്ല, നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരു ദിവസം നിർബന്ധമായും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും പഠിക്കുക. ഒരു കണ്ടന്റ്, അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കണ്ടന്റ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ദിവസം 4 മണിക്കൂർ അവൈലബിൾ ആയിരിക്കും പഠിക്കാൻ. അപ്പൊ 4 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാർക്ക് 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ടൈം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണോ ആ ടൈം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ആ പഠിച്ച സാധനം ഒന്ന് റിവിഷൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഉറപ്പുവരുത്തണം. എന്തായാലും അത് ഞാൻ പഠിച്ച കാര്യങ്ങൾ മൊത്തം ഒന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ആ സംഭവങ്ങളെല്ലാം ഞാൻ ഒന്നും കൂടെ വായിച്ച് ഒന്ന് ഓർമ്മിച്ചെടുത്തിട്ട് ഇന്ന സാധനങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇന്ന് കിടന്നുറങ്ങുള്ളൂ എന്ന് ചിന്തിക്കുക. മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. നമ്മൾ ആ ഒരു പ്രശ്നത്തിനെ ഇതിൽ അഡ്രസ് ചെയ്യുന്നത് 1% ക്ലബിൽ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരാൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഒരു ചാലഞ്ചാണ്. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ഒരു ചാലഞ്ചാണ്. അപ്പൊ നിങ്ങൾ അന്ന് പഠിച്ചതിന് കുറച്ച് ചോദ്യങ്ങളും കൂടെ ചെയ്യാം. അപ്പൊ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ റിവിഷൻ ചെയ്തു, അത് ഓക്കെ ആണോ, അത് മതിയോ, എനിക്ക് അതിനെ കൊണ്ട് പറ്റുന്നുണ്ടോ, ഞാൻ പഠിച്ചത് ഓക്കെ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കൽ കോൺഫിഡൻസ് കൂടും, അല്ലെങ്കിൽ ഇല്ല കോൺഫിഡൻസ് പോകും. അപ്പൊ കോൺഫിഡൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ തരുന്നത്. നിങ്ങൾ പഠിച്ചത് എഫക്റ്റീവ് ആണ്, റിവിഷൻ എഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പൊ ഈ 2 സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം 4 മണിക്കൂറാണ് അവൈലബിൾ ആണെന്ന് വെച്ചോ ടോട്ടൽ പഠിക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ ഈ രണ്ട് സാധനത്തിനും എത്ര സമയം നിങ്ങൾ മാറ്റി വെക്കേണ്ടതോ അത് നിങ്ങൾ നോക്കുക. എനിക്കൊരു ഇതിനൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ചോദ്യമല്ലേ അല്ലെങ്കിൽ 15 ചോദ്യം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 30 മിനിറ്റ് വേണമെന്ന് വിചാരിച്ചോ. ചോദ്യം ചെയ്തിട്ട് അതിൽ നിന്ന് അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ. റിവിഷൻ ചെയ്യാൻ ഒരു 30 മിനിറ്റ് വേണം. അപ്പൊ എനിക്ക് 3 മണിക്കൂർ പഠിക്കാം, ബാക്കി 30 മിനിറ്റ് റിവിഷൻ ചെയ്യാൻ, 30 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇനി വേഴ്സ്റ്റ് കേസിൽ സംഭവിക്കുക വെച്ചാൽ ഇപ്പൊ നമ്മൾ 3 മണിക്കൂറൊക്കെ പഠിച്ചപ്പോൾ ചിലപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് തലവേദന വരാം, അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ടയർഡ്നെസ് വരാം. അങ്ങനത്തെ കേസിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ശ്രമിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ബോഡീനെ സ്ട്രെയിൻ ചെയ്യരുത്. കാരണം ബോഡീനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും എന്തായാലും റിവിഷൻ ചെയ്തിട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത് പഠിച്ചിട്ടേ തീർക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സ്ട്രെയിൻ ചെയ്താൽ നെക്സ്റ്റ് ഡേ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ കാണും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻ കേസ് നമ്മൾ അങ്ങനെ ഒരു ഫിസിക്കൽ വീക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഈ സാധനം സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ടിങ്ങിൽ ഈ സാധനം ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് പഠിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഈ ഒരു ആദ്യത്തെ പാർട്ടിൽ മാത്രം ഭയങ്കര ഫോക്കസ്ഡ് ആണ്. കാരണം പഠിക്കുകയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പഠിക്കേണ്ടത് ഇന്ന് തന്നെ പഠിക്കണം. റിവിഷനും പ്രാക്ടീസും ഒക്കെ പിന്നെ വേണമെങ്കിൽ ചെയ്യാലോ, അല്ലെങ്കിൽ ഞായറാഴ്ച ഒന്നിച്ചിരുന്ന് ചെയ്യാലോ എന്നൊക്കെ ചിന്തിക്കും. ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളാണ്. ഓക്കെ ഓക്കെ, നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 ഗുണിക്കണം 15 ഇതാണ് ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ്. അതായത് 90 ചോദ്യം. ഈ 90 ചോദ്യം ഒറ്റ ഇരിപ്പിന് ചെയ്യാനുള്ള അത്ര മനക്കരുത്തൊന്നും ആർക്കും ഇവിടെ ഉണ്ടാവില്ല. ഒരു ടെസ്റ്റ് സീരീസിനൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ ചെയ്യുന്നല്ലാതെ നമ്മുടെ മോട്ടിവേഷൻ ഇരുന്ന് 90 ചോദ്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പൊ ഇതൊക്കെ നടക്കാത്ത സ്വപ്നങ്ങളായിട്ട് മാറി. മാറ്റിവെച്ച സംഭവങ്ങൾ മാറ്റിവെച്ച പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കുക, ആ പഠിച്ച സാധനം അന്ന് തന്നെ റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, അതിൽ നിന്ന് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും മാക്സിമം അന്ന് തന്നെ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓൾറെഡി 3 ഡേയ്സിന്റെ ഒരു ലാഗ് വന്നത് അതൊരു ലാഗ് ആയിട്ട് കരുതണ്ട. മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോട്ടെ. മീൻസ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇതേപോലെ സൺഡേ ഇരിക്കുമ്പോഴും ഈ 3 ഡേ ലാഗ് ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇപ്പോഴേ നമ്മൾ സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ, കേൾക്കുന്നില്ലേ? എനിക്ക് എത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാ. അങ്ങനത്തെ ഒരു ഓക്കെ, അത് കുഴപ്പമില്ല. സ്ട്രെയിൻ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. കാരണം നമ്മള് അതും കൂടെ തീർക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ മനസ്സും അങ്ങനെ ഒരു സ്ട്രെസ്ഡ് ആയി പോവേ. ഈ സ്ട്രെസ് ആവുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മള് പഠിച്ചു പോകും. നമ്മൾ തോന്നുന്നു നമ്മൾ വായിച്ചു പോയി നമ്മൾ പഠിച്ചു എന്നൊക്കെ വിചാരിക്കും. ഒന്നും കേറിയിട്ടൊന്നും ഉണ്ടാവില്ല. മീൻസ് നേരത്തെ പറഞ്ഞില്ലേ, അതായത് തീർക്കാൻ വേണ്ടി പഠിച്ച പോലെ ആ ഒരു എഫക്റ്റേ ഉണ്ടാവുള്ളൂ. അതിനെക്കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എത്ര എഫക്റ്റീവ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതിലുണ്ടാ കാര്യം. ചില ആൾക്കാർ 15 മണിക്കൂർ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതിനൊരു ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ 5 മണിക്കൂറേ പഠിക്കുന്നുണ്ടാവുള്ളൂ ഒരു ദിവസം, പക്ഷെ നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും. പഠിച്ചതെല്ലാം നല്ല വൃത്തിയിൽ മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് ഓർമ്മയുണ്ടാവും, എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ബെനിഫിറ്റ് 5 മണിക്കൂർ പഠിക്കുന്നതല്ലേ. അപ്പം നമ്മളും ആ ഒരു രീതിയിലേക്ക് നോക്കുക. നമ്മൾ പഠിക്കുന്നത് എഫക്റ്റീവ്. ഇപ്പം അമൃതക്ക് മീൻസ് എക്സ്ട്രാ പഠിക്കാൻ കാപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മൾ സ്ട്രെയിൻ ചെയ്യോ നമ്മൾ ഇൻഎഫക്റ്റീവ് ആയിട്ടോ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ചില സമയങ്ങൾ അവസാന നിമിഷമൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ചു തീർക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മള് മീൻസ് ഒന്നും വായിക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരു പ്രാവശ്യം വായിക്കുന്നത്, എന്തെങ്കിലും കിട്ടിയാലോ എന്നുള്ള ഒരു രീതിയിലേക്ക്. മീൻസ് ആ ഒരു ചിന്ത വരേണ്ട ഒരു ടൈം ആയിട്ടില്ല. നമ്മൾ ഒരുപാട് നേരത്തെയാണ്, നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞത്. ഒരു ജൂൺ മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറയും അതെങ്ങനെയെങ്കിലും ഈ അടുത്ത വീക്കിൽ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ പിക്കപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിക്കപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്രാവശ്യം ട്രൈ ചെയ്യുന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്രാവശ്യം പ്രിലിംസ് എഴുതി നോക്കാന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. മീൻസ് നമ്മൾ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിന് മേലെ വറീഡ് ഒന്നും അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എഴുതി നോക്കുക. മീൻസ് അതൊരു എക്സ്പീരിയൻസ് ആണ്. മനസ്സിലായോ? നമ്മൾ അവിടെ പോയിട്ട് ആ എക്സാം ഹാളിൽ ഇരുന്ന് ആ ഒരു ചോദ്യങ്ങളൊക്കെ എഴുതുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ജസ്റ്റ് അതൊന്ന് ഫീൽ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
മീൻസ് നിങ്ങളിപ്പം ഇതുവരെ അമൃത അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? പോയിട്ടുണ്ട്? ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഒരു ഡിഗ്രി. പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം ആ മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഫീൽ ആവുകയാണ്. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഞാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തേലും ആയി കേട്ടില്ല. ഇത്രയും പഠിച്ചിട്ടൊക്കെ വെറുതെ ആയോ അങ്ങനെ തോന്നലുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാ ചോദിച്ചു. എങ്ങനെ? ഞാൻ കേട്ടില്ല. എങ്ങാനും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത്രയും പഠിച്ചതൊക്കെ വെറുതെ ആയില്ലേ, അങ്ങനെ ഒരു ഇത് വരില്ലേന്ന്. അങ്ങനെ തോന്നുമോന്നോ? അങ്ങനെ ഒരു ഇത് വരില്ലേ അപ്പൊ നമ്മളെ മീൻസ് അമൃത ഇപ്പൊ എങ്ങനെയാ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? സബ്ജക്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? അല്ല വലിയ അതൊന്നുമില്ല, ഏകദേശം ഏകദേശം കുറച്ചൊക്കെ. അത്ര കുറച്ചൊക്കെ. കോൺഫിഡന്റ് ഒന്നല്ല. അത്ര കോൺഫിഡൻസ് ഒന്നുമല്ല. അല്ല സാർ, എന്താന്ന് വെച്ചാല് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്, അറിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറയും, കൊറേ ആയില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഒരു പ്രാവശ്യമെങ്കിലും എഴുതി നോക്ക്. അതിന്റെ പുറത്താണ് ഇപ്രാവശ്യം അങ്ങനെ വിചാരിക്കുന്നത്. അല്ല, ഒരു പ്രാവശ്യം എഴുതിയിട്ടില്ല. ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, അതാർക്കും അറിയില്ല. ഒരു പ്രാവശ്യം എഴുതിയിട്ട് ഒന്നും കൂടെ എഴുതി നോക്കുന്നു. അല്ല ഇപ്പൊ ഞാൻ കോച്ചിങ് കഴിഞ്ഞിട്ട് കുറച്ചായി, അപ്പൊ എല്ലാരും വിചാരിക്കുന്ന എല്ലാ സമയം കോച്ചിങ് പഠിക്കാൻ കഴിഞ്ഞിട്ട് എന്നിട്ട് എന്താ എഴുതാത്ത എന്നുള്ളതല്ലേ? അല്ല മീൻസ് അമൃതക്ക് ഇപ്പൊ ഇപ്രാവശ്യത്തെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമൃത ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മീൻസ് അമൃത പഠിച്ച ലെവൽ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, മീൻസ് അമൃത ഇപ്പൊ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ മീൻസ് എന്തായിരിക്കും ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്താണ് ഔട്ട്കം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അമൃതക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമൃത ഇതിങ്ങനെ പഠിച്ച കണ്ടന്റ് സഫീഷ്യന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അമൃത പഠിക്കുന്ന രീതിയിൽ പഠിക്കാൻ മതിയോ, മീൻസ് ആ ഒരു ലെവലിൽ ഞാൻ പഠിച്ചാൽ മതിയോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് പോവുക, അമൃത ഇതുവരെ പഠിച്ചതിനെ ഒന്ന് അതിന്റെ ഒരു ഔട്ട്പുട്ട് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇത് പാസ്സാവുന്നുണ്ടോ പാസ്സാവുന്നില്ലയോ എന്നുള്ളതല്ല. ഓക്കെ, ഇൻ കേസ് എക്സാം എഴുതിയ നെക്സ്റ്റ് ഡേ അമൃതക്ക് അറിയാലോ, അന്നേ ദിവസം തന്നെ അറിയാൻ പറ്റും ഇത് വെദർ ഐ ക്യാൻ പാസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അന്ന് തന്നെ വൈകുന്നേരം കീ വരും, അത്യാവശ്യം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് അറിയാൻ പറ്റും, അത്യാവശ്യം പാസ്സാവില്ലയോ എന്ന്. ഇൻ കേസ് പാസ് ആവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ മുതൽ തുടങ്ങിക്കോളാം. പാസ് ആവൂല എന്ന് തോന്നുവാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ധൈര്യത്തോടെ നോക്കാം. കാരണം അൾട്ടിമേറ്റ്ലി നെക്സ്റ്റ് ഇയർ എന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് അമൃത. സാർ, ഞാൻ ഉദ്ദേശിച്ചത് എങ്ങാനും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് അടുത്ത എക്സാമിന് പഠിക്കുന്നതിനെ ബാധിക്കൂലേ, അപ്പൊ അത് എഴുതുന്നത് മണ്ടത്തരാണ്. ഞാൻ പറഞ്ഞേ, എഴുതാൻ പോകുന്നതിന് മുന്നേ തന്നെ അമൃത ഇങ്ങനെ മനസ്സ് സെറ്റ് ആയിട്ടൊന്ന് പോയാൽ മതി. ഞാൻ ഇതുവരെ പഠിച്ച സാധനങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഞാൻ ഇതുവരെ പഠിച്ചത് എഫക്റ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ഞാൻ പഠിച്ചത് എഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാവുമല്ലോ. ഞാൻ പാസ്സാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പഠിച്ചതിൽ എന്തൊക്കെയാണ് പാളിച്ചകൾ ഉള്ളത് എന്നുള്ളത്, അമൃത പഠിച്ചതിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് അമൃതക്ക് എക്സാം എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പൊ മനസ്സിലാക്കുക എന്റെ കുഴപ്പങ്ങൾ ഇതുവരെ പഠിച്ചതിൽ എനിക്ക് ഇന്ന കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ അടുത്ത വർഷത്തേക്ക് ക്ലിയർ ചെയ്യണം. ആ ഒരു കാഴ്ചപ്പാടിൽ അടുത്ത വർഷത്തേക്ക് നോക്കുക. നമ്മളൊരു ട്രയൽ നോക്കാറില്ലേ, ആ ട്രയൽ നോക്കുന്ന രീതിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്താൽ മതി. പക്ഷെ അപ്രോച്ച് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സീരിയസ് ഇൻ ദ സെൻസ് നമ്മൾ എക്സാം എഴുതുമ്പോൾ വെറുതെ കറക്കി കുത്താനൊന്നും പോകരുത്. മീൻസ് എനിക്ക് എന്റെ പഠിച്ചത് വെച്ചിട്ട് അല്ലെങ്കിൽ എന്റെ അറിവ് വെച്ചിട്ട് എനിക്ക് എത്ര എണ്ണം ശരിയായി കിട്ടുന്നോ അത്ര എനിക്ക് ശരിയായി മതി. ഓക്കെ, മീൻസ് ഇപ്പൊ ചില ആൾക്കാർ പറയും മീൻസ് ഒരു 80 മേലെയെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് ക്ലിയർ ആവുള്ളൂ എന്ന് പറയും. 100-ല് അമൃത ചെയ്തിട്ടും ഒരു 35 എണ്ണ എത്തുന്നില്ല വിചാരിച്ചോ. അപ്പൊ പിന്നെ ബാക്കി 80-ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു 45 എണ്ണം ചെയ്യണല്ലോ. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അമൃതക്ക് 35 ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ആ 35 എണ്ണം ചെയ്തിട്ട് വരിക. ഓക്കെ, മീൻസ് ആൾക്കാർക്ക് എപ്പോഴും സംഭവിക്കുന്നത് മീൻസ് സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് എഴുതുമ്പോൾ ആൾക്കാർ സംഭവിക്കുന്ന വെച്ചാൽ ആൾക്കാർ സ്വയം തോൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവല്. ഉദാഹരണത്തിന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് ഒരു 65-70 ചോദ്യം ചെയ്യും. 70 ചോദ്യം ചെയ്തേല് അവർക്കൊരു 50 ചോദ്യം ശരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 45 ചോദ്യം ശരിയായിരിക്കും, ബാക്കി 35 ചോദ്യം പോയി. സോറി, 25 ചോദ്യം പോയി.
ആ ആ ഓക്കെ, ഈ 45-ന് നമുക്ക് 90 മാർക്ക് കിട്ടി. 25-ന് 25-ന്റെ 2/3 മാർക്ക് പോയി. ആ അപ്പൊ ഈ 25-ന് പകരം ഞാനിവിടെ ഒന്ന് നമ്പർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു 24 ആക്കാം. ഉം, ഉം. ഓക്കെ, അപ്പൊ 16 മാർക്ക് പോയി. ആ ഓക്കെ, മാർക്ക് 74-ലേക്ക് എത്തി. ആ കട്ട് ഓഫ് 80 ഉണ്ടാവും, അല്ലെങ്കിൽ 83 ഉണ്ടാവും. ആ ആ മീൻസ് ആക്ച്വലി അയാൾ അറിയുന്ന ആ 100 എണ്ണത്തില് അറിയുന്ന ആ 45 എഴുതി വന്നതിനെ ആള് കയറി പോവായിരുന്നു. ആ മീൻസ് ഈ നമ്പർ എത്തിക്കാൻ വേണ്ടി നോക്കുന്നതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, അനാവശ്യമായിട്ട് കുറെ കറക്കിക്കുത്തും കുറെ മിസ്റ്റേക്സ് ചെയ്യും. ആ ആ മിക്കവാറും ആൾക്കാർ ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. ആ ഓക്കെ, അപ്പം ഈ അമൃത ഇപ്രാവശ്യം ട്രയൽ ഇപ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഓക്കെ. ഓക്കെ ഓക്കെ, ആ ഇപ്രാവശ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അമൃത എത്രയാണോ അമൃതക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് 45-ന് 45, 35-ന് 35, എത്രയാണോ അമൃതക്ക് പഠിച്ചത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് വരിക. ആ ചിലപ്പോൾ അമൃത ചെയ്തിട്ട് വരുമ്പോൾ അമൃത ആകെ 30 എണ്ണേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. 30 എണ്ണത്തിൽ 28 എണ്ണം ശരിയായിരിക്കും. ആ അപ്പൊ അമൃതക്ക് 56 മാർക്കേ കിട്ടിയുള്ളൂ. 56 മാർക്ക് കുറയും. ഞാൻ 27 വെച്ചോ. 27 എനിക്ക് കണക്കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് കുറക്കുന്നേട്ടാ. 54 മാർക്ക് കിട്ടി, അതിൽ നിന്ന് 1 മാർക്ക് കുറഞ്ഞു. ആ 53 മാർക്കേ കിട്ടിയില്ലെങ്കിലും പക്ഷെ അമൃത ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. അമൃതയുടെ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 90% വരും. ആ 30 ചോദ്യം ചെയ്ത് ആകെ 3 തെറ്റിയുള്ളൂ. ആ അത് അമൃതക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. ആ മീൻസ് ആ കോൺഫിഡൻസ് അടുത്ത പ്രാവശ്യത്തേക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ആ മനസ്സിലായ? ആ ഒരു രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇതുവരെ പഠിച്ചത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അമൃത പഠിച്ചത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഈ 30 ചോദ്യം ഒന്നും ആയിരിക്കില്ല, അമൃത 60 എണ്ണം ചെയ്തിട്ട് വരും ഇതേപോലെ. അതിൽ ഒരു 5-8 എണ്ണം തെറ്റുമായിരിക്കും, എല്ലാം ശരിയാവുന്നില്ല, 5-10 എണ്ണം തെറ്റും. ഒരു 10 എണ്ണൊക്കെ തെറ്റി എന്ന് വിചാരിച്ചോ. 10 എണ്ണം തെറ്റിയാലും 3.6-ന് 6.66 അല്ല, 10 എണ്ണം തെറ്റിയാലും 6.6, പിന്നെ ഏകദേശം 7.2 മാർക്കേ പോകത്തുള്ളൂ. 50 എണ്ണം ശരിയായി. ഏകദേശം 93 മാർക്കിന്റെ അടുത്തുണ്ട്, 92 സംതിങ് മാർക്കൊക്കെ ഉണ്ടാവും. അമൃത കയറി പോകും. ഓക്കെ, അപ്പം ഇപ്രാവശ്യം ആ സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൊടുക്കുക. അപ്പൊ അതിന് മീൻസ് ജയിച്ചാൽ എന്റെ പ്രിപ്പറേഷൻ ഓക്കെ ആണ്, ഞാൻ പാസ്സായി. അടുത്ത ദിവസം പോലെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നോക്കുക. ഇൻ കേസ് പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ മീൻസ് അമൃതയുടെ പ്രിപ്പറേഷനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജൈസ് ചെയ്യും. ഓക്കെ, അല്ലാതെ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇത് മതിയാക്കുവോ, അല്ലെങ്കിൽ എനിക്ക് പ്രിപ്പറേഷൻ ഇല്ല കോൺഫിഡൻസ് കൂടെ പോവോ, അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. ഓക്കെ, ഇനി അറ്റൻഡ് ചെയ്തൂടെ? ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ അമൃത? ഇല്ല ഇല്ല. ആതിര, ആ സർ, ആതിര എങ്ങനെയുണ്ടായിരുന്നു വീക്ക് 3? കുഴപ്പമില്ലായിരുന്നു സർ. പിന്നെ എനിക്ക് ഹിസ്റ്ററിയാണ് കുറച്ച് എന്താ പറയാ, വായിച്ചാലും ഇടയ്ക്ക് മെമ്മറിയിൽ നിൽക്കാത്ത പോലെ. ഹിസ്റ്ററി ഫാക്ച്വൽ ഡാറ്റയാണ്. അതെ, പിന്നെ കുറച്ച് വായിക്കുമ്പോൾ കുറച്ച് എന്താ പറയാ ബോറിംഗ് ആയിട്ട് തോന്നുന്നു. അതേപോലെ അത് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, മീൻസ് ഞാൻ പറഞ്ഞ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിനാ? ആ ക്ലാസ് ഞാൻ കണ്ടു നോക്കി, പക്ഷെ എന്നാലും ചിലപ്പോ ആ ടോപ്പിക് സബ്ജക്റ്റിനോടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ? സബ്ജക്റ്റിനോട് താല്പര്യമില്ല എന്നൊന്നും പറയരുത്. നമ്മളിവിടെ ഹിസ്റ്റോറിയൻ ആവാനൊന്നും വന്ന ആൾക്കാരല്ല. അതെ. ഈ സബ്ജക്റ്റിന്റെ താല്പര്യത്തിനെ കുറിച്ചിട്ട് 2 മിനിറ്റ് സംസാരിക്കാം. ഓക്കെ, അപ്പം ആൾക്കാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സബ്ജക്ട്, എനിക്ക് ചില സബ്ജക്ട്, എനിക്ക് എക്കണോമി ഇഷ്ടമല്ല, എനിക്ക് ജോഗ്രഫി ഇഷ്ടമല്ല, എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആൾക്കാർക്കുണ്ട്. നമ്മളിപ്പോ ഇവിടെ UPSC സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പാസ്സാവാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ അപ്രിയം പ്രിയം പരിപാടികളൊന്നുമില്ല. നമുക്ക് ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സബ്ജക്ട് UPSC നമ്മളോട് പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഓക്കെ, അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കേണ്ടതായ സാധനങ്ങൾ ഞാൻ പഠിക്കുക തന്നെ വേണം. ചില സബ്ജക്ട് നമുക്ക് വേഗത്തിൽ മനസ്സിലാവും, വേഗത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും, വേഗത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ സബ്ജക്റ്റിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് ഓരോരാൾക്ക് വ്യത്യാസമായിരിക്കും. ചിലവർക്ക് ജോഗ്രഫി ആയിരിക്കും, ചിലവർക്ക് എക്കണോമി ആയിരിക്കും, ചിലവർക്ക് പൊളിറ്റി ആയിരിക്കും, ചിലവർക്ക് ഹിസ്റ്ററി ആയിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് മറ്റേതെങ്കിലും സബ്ജക്ട് ആയിരിക്കും, സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ എൻവയോൺമെന്റ് ആയിരിക്കും ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് ചില സബ്ജക്ട് തീരെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ മീൻസ് എനിക്കത് സബ്ജക്ട് താല്പര്യക്കുറവുണ്ട്, എനിക്കത് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് പഠിക്കണ്ട അല്ലെങ്കിൽ പഠിക്കുന്നത് അങ്ങനെ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ അങ്ങനത്തെ സബ്ജക്റ്റിന് കുറച്ചുകൂടി ഒന്ന് സ്ട്രെസ് കൊടുത്തിട്ട് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതെ. ഓക്കെ. ഓക്കെ. പിന്നെ സാർ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രശ്നം സെൽഫ് ഡൗട്ടാണ്. എത്ര പഠിച്ചാലും പഠിച്ചില്ലേ, ക്ലിയർ ആയില്ലേ എന്നൊരു സംശയം എപ്പോഴും വരും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയിൽ തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് ആതിര ഇന്ന് ഒരു ടോപ്പിക് പഠിച്ചു എന്ന് വിചാരിച്ചോ. ആ. ഒരു ടോപ്പിക് ഇന്ന് എന്ന് പറയുന്നില്ല, ആതിര ഒരു ടോപ്പിക് പഠിച്ചു, ജസ്റ്റ് ഒരു ടോപ്പിക് പഠിച്ചു. ആ ടോപ്പിക് പഠിച്ചതിന് ശേഷം പഠിച്ചു കഴിഞ്ഞല്ല പഠിച്ചു. കണ്ണടച്ചിരിക്കുക. ആ. എന്നിട്ട് ആ സാധനം ഒന്ന് മനസ്സിലൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക, ഒന്ന് പറയുകയാണ് ചെയ്യുക. കണ്ണടച്ചിരിക്കുക, ജസ്റ്റ് ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചു, പറയാൻ പറ്റുന്നില്ലെങ്കിൽ പഠിച്ചിട്ട. ഇത് ആതിരക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ചെയ്യാം. ഒരു ദിവസത്തേക്ക് ചെയ്യുമ്പോൾ ടോപ്പിക് ആകുമ്പോൾ അതിലൊക്കെ ജസ്റ്റ് കണ്ണടച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം. കാരണം നമ്മൾ ജസ്റ്റ് പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഫ്രഷ് ആയി കിടക്കുന്ന സാധനം വേഗം റീകോൾ. പക്ഷെ ഇൻ കേസ് വൈകുന്നേരമാണ് നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് റീകോൾ ചെയ്യാൻ പറ്റൂല. കാരണം കുറച്ച് ടൈം അല്ല. രാവിലെ 9 മണിക്ക് പഠിച്ചതും തലയിലുണ്ട്, ഉച്ചക്ക് പഠിച്ചതും തലയിലുണ്ടാവും, വൈകുന്നേരം പഠിച്ചതും ഉണ്ടാവും തലയിൽ. അന്നേരം നമ്മൾ അതിൽ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ടാണോ നമ്മുടെ ബുക്കാണോ എന്താ സാധനം നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഒന്നാമത്തെ പേജ് എടുക്കുക. ആ പേജ് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നോക്കുക, ഒന്ന് ജസ്റ്റ് ഓവർവ്യൂ നോക്കുക. എന്നിട്ട് ജസ്റ്റ് കണ്ണടച്ചിട്ട് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. മീൻസ് ആ ഒരു രീതി ഈവനിങ്ങിലാണ്, രാത്രി ഒറ്റ ടൈമിലാണ് ചെയ്യുന്നത്, അത് ചെയ്യുക. ഇത് നിങ്ങളുടെ റിവിഷനും സഫീഷ്യന്റ് ആയി. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ റിവിഷൻ അവിടെ തീർന്നു. ഓക്കെ. മീൻസ് അത് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പഠിച്ചത് തലയിലൊന്നും കയറിയിട്ടൊന്നുമില്ല, സംഭവം എവിടെ പോയി. ഓക്കെ. അപ്പം അതിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അതിലൊക്കെ അത്രയും ഭയങ്കര സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ R&D ചെയ്യാനുള്ള ഒരുപാട് ടൈം ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ഒരുപാട് ടൈം ഉണ്ട്, സെൽഫ് ഡെവലപ്മെന്റ്. അപ്പൊ അത് ടെൻഷൻ അടിക്കേണ്ട. തുടക്കത്തിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ടോപ്പിക് വൈസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. ടോപ്പിക് ആയിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഡേ വൈസ് ചെയ്ത് നോക്കുക. ഡേ വൈസ് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ പിന്നെ സെൽഫ് ഡൗട്ടിന്റെ ആവശ്യമില്ലല്ലോ. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടത് അടുത്ത സെൽഫ് ഡൗട്ട് എന്താ വെച്ചാൽ ഈ പഠിച്ചതിനെ കൊണ്ട് എനിക്ക് UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത. അതുകൊണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യുക എന്നുള്ള ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. MCQs ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മെയിൻസിന്റെ വേണമെങ്കിൽ ആൻസർ റൈറ്റിംഗ് എഴുതി നോക്കുക. ആൻസർ റൈറ്റിംഗും അതായത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലെ ഇപ്പോൾ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ആൾക്കാർക്കും സ്റ്റാർട്ടിംഗ് ട്രബിൾ തന്നെ ഉണ്ടാവും. എന്താണ് എനിക്ക് എഴുതാൻ പറ്റൂലേ എന്നുള്ള ആ ഒരു എഴുതാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, എഴുതിയേക്കുക. ചിലപ്പം ഒന്നാമത്തെ ചോദ്യം നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. മീൻസ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ചെറിയ പാരഗ്രാഫ് മാത്രം എഴുതി തന്ന ആൾക്കാർ വരെ ഉണ്ട്. മീൻസ് നമ്മളൊരു ചോദ്യം കൊടുത്താൽ ഒരു ചെറിയ പാരഗ്രാഫിന് ഉത്തരം ഉണ്ടാവും. മീൻസ് അവർക്ക് അത്രയും എഴുതാൻ പറ്റുന്നു, പഠിച്ചിട്ടുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ എഴുതാനൊന്നും പറ്റുന്നില്ല. മീൻസ് അത് ഗ്രാജുവലി ഇമ്പ്രൂവ് ആയി വരുക ചെയ്യാം. മീൻസ് എഴുതി പരിശീലിക്കുമ്പോൾ അത് ശരിയായി വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ റൈറ്റിംഗ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും എഴുതാൻ മനസ്സിൽ വന്നില്ലെങ്കിലും മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. ശരിയോ തെറ്റോ ഡസന്റ് മാറ്റർ. അതുമായി ബന്ധപ്പെട്ട പഠിച്ചത് എന്തെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടോ അത് നമുക്ക് തോന്നുന്ന പോലെ എഴുതി വെക്കുക. എന്നിട്ട് ഒന്ന് സ്വയം വായിച്ചു നോക്കുക. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ആൻസർ റൈറ്റിംഗ് ട്രൈ ചെയ്യുമ്പോൾ അറിയാണ്ട് എന്ത് ചെയ്യും, റെഫർ ചെയ്തിട്ട് നോക്കിയിട്ട് എഴുതും. നോക്കിയിട്ടെന്ന് വെച്ചാൽ ടെക്സ്റ്റ് നോക്കിയിട്ട് എന്റെ വേർഡ്സിൽ തന്നെ എഴുതും, പക്ഷെ എന്നാലും റെഫർ ചെയ്ത് നോക്കിയിട്ടാണ് എഴുതുന്നത്. മീൻസ് അതിൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നാമത്തെന്ന് വെച്ചാല് നമുക്ക് മെമ്മറിയുടെ പ്രശ്നം, ഓർമ്മയില്ലാത്തൊരു പ്രശ്നം വരാം. ഓക്കെ. മെമ്മറി പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇപ്പം ആതിര പറഞ്ഞ പോലത്തെ ഒരു സൊല്യൂഷൻ എടുക്കുക. അതായത് ചോദ്യം ആദ്യം വായിക്കുക. ചോദ്യം വായിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് പോയിട്ട് ഉത്തരം വായിക്കുക. മീൻസ് ഉത്തരം വായിക്കുക എന്നല്ല, ആ ഭാഗം വായിക്കുക. ഓക്കെ. എന്നിട്ട് അത് മനസ്സിലായതിനു ശേഷം സ്വന്തം വാക്കിൽ ഓർമ്മയെന്ന് എടുത്തെഴുതും. നോക്കി എഴുതരുത്, സ്വന്തം വാക്കിൽ പുസ്തകം അടച്ചു വെച്ച് സൈഡിൽ വെച്ചിട്ട് ആദ്യം എഴുതുക. അതൊരു ഇഷ്യൂ ഇല്ലാത്ത കേസാണ്, നോ ഇഷ്യൂസ്. അത് ചെയ്യാം. തുടക്കത്തിൽ നമുക്ക് കണ്ടന്റിന് ഭയങ്കര ഷോർട്ടേജ് വരും. അപ്പം തുടക്കത്തിൽ കണ്ടന്റ് ഷോർട്ടേജ് വരുമ്പോൾ നമ്മളും ആൾക്കാരോട് പറയും നിങ്ങൾ അങ്ങനെ എഴുതിക്കോന്നാ പറയും. അങ്ങനെ എഴുതണം എന്നാ പറയുന്നത്, എഴുതിക്കോന്നല്ല എഴുതണം എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ്.
ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, നമുക്ക് ഈ ഒരു എഴുതാനുള്ള ഒരു കപ്പാസിറ്റി വരും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് കിട്ടും. പിന്നെ കുറെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കണ്ടന്റുകൾ വരും. ആ ഓക്കെ, പിന്നെ ആ ഒരു കണ്ടന്റ് ഷോർട്ടേജ് ഇഷ്യൂ സോൾവ് ആയി കിട്ടും. അപ്പൊ മെമ്മറിയുടെ പ്രശ്നത്തിന് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നോക്കി എഴുതരുത് കേട്ടോ. മീൻസ് നമ്മൾ ചോദ്യം വായിച്ചോ, ചോദ്യം വായിച്ചിട്ട് ആ ഒരു ഭാഗം ഏരിയാസ് വായിച്ചു നോക്കുക, പുസ്തകം അടച്ചു നോക്കുക, അതിന്റെ സ്വന്തം വാക്കിൽ നമുക്ക് ഉത്തരം എന്താണെന്ന് വെച്ചാൽ എഴുതുക. ആ ഓക്കെ, അത് ഇഷ്യൂ ഇല്ല, അതൊരു കുറ്റവും അങ്ങനെയൊന്നും അല്ല, നമ്മൾ ആരും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല. നമ്മള് നമ്മുടെ മെമ്മറിയിൽ നിന്ന് അതിനൊന്ന് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതെ, ഇതിപ്പോ ഇങ്ങനെ വേർഡ്സ് തികയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് നോക്കി പോവും എത്ര വേർഡ്സ് ആക്ച്വലി ആൻസർ റൈറ്റ് ചെയ്യുന്നതിന് എനിക്ക് ആ ഫൗണ്ടേഷൻ കോഴ്സിൽ ആൻസർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ആൻസർ റൈറ്റിംഗിന് നിങ്ങൾ വേർഡ് ലിമിറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല തുടക്കത്തിൽ ശ്രമിക്കേണ്ട കാര്യം. അതായത് ആൻസർ റൈറ്റിംഗിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചോദ്യത്തിനെ ശരിക്കും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും, ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചോദ്യം ചോദിച്ചത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ആ കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ആ ചോദിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം, ആ സാധനം അവിടെ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ഉദാഹരണത്തിന് UPSC മുന്നേ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വാട്ട് ആർ ദ ഡിഫറൻസ് മെയിൻസ് വാട്ട് ആർ ദ ഡിഫറൻസ് between principles followed by erstwhile planning commission and Niti Ayog എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം വായിച്ചിട്ട് നമ്മളോട് ഉത്തരം എഴുതാൻ പറഞ്ഞു വെച്ചോ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ erstwhile planning commission and നിതി ആയോഗ്? ആൾക്കാർ എന്താ ചെയ്യുന്നറിയാം, ഈ ചോദ്യത്തിന് പ്ലാനിംഗ് കമ്മീഷനും നിതി ആയോഗും തമ്മിലുള്ള ഡിഫറൻസ് മൊത്തം എഴുതി വെക്കും. നിതി ആയോഗും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് മറ്റേ എന്താ, ഇത് എക്സിക്യൂട്ടീവ് ബോഡി, ഇതും എക്സിക്യൂട്ടീവ് ബോഡി, പിന്നെ ഇതിന് ഫൈനാൻഷ്യൽ അലോക്കേഷൻ ചെയ്യാനുള്ള പവർ ഉണ്ട്, ഇതിനും ഫൈനാൻഷ്യൽ അലോക്കേഷൻ ചെയ്യാനുള്ള പവർ ഉണ്ട്, ഇതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, ഇതിന്റെ ചെയർമാനും പ്രധാനമന്ത്രിയാണ്. മീൻസ് ഇങ്ങനെ എഴുതി വെക്കും. അപ്പൊ UPSC ഒന്നും അല്ല ചോദിക്കുന്നത്. ആൾക്കാർ ഇത് എഴുതി വെച്ചിട്ട് എന്തായിരിക്കും, എനിക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന് മാർക്ക് കിട്ടൂല. UPSC എന്താ ചോദിക്കുന്നത്, ഡിഫറൻസ് ആണ് ചോദിക്കും. ഇതന്നെയല്ല ഡിഫറൻസ്, ഇത് മാച്ച് ആയ ഡിഫറൻസും ഉണ്ടാവും ഇതേപോലെ. ഇതിന് ഫൈനാൻഷ്യൽ അലോക്കേഷനുള്ള പവർ ഉണ്ട്, ഇതിന് ഫൈനാൻഷ്യൽ അലോക്കേഷനുള്ള പവർ ഇല്ല, അത് ഡിഫറൻസ് ആയല്ലോ. അതെ, ഇങ്ങനെ കുറെ ഡിഫറൻസുകളും ഉണ്ട്, ഡിഫറൻസും എഴുതി വെച്ചു. ഇതിനൊന്നും മാർക്ക് കിട്ടൂല. കാരണം നമ്മൾ ആദ്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. UPSC ഈ ചോദ്യമാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ erstwhile planning commission ആൻഡ് നിതി ആയോഗ് എന്ന് ചോദിച്ചാൽ പോരെ, ഈ സാധനം ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രിൻസിപ്പിൾസ് ഫോളോഡ്. അതായത് പ്ലാനിംഗ് കമ്മീഷനും നിതി ആയോഗും വർക്ക് ചെയ്യുമ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്, അടിസ്ഥാന ആശയങ്ങളുണ്ട്. മീൻസ് നമ്മളിപ്പം നിതി ആയോഗിന്റെ കേസിൽ വളരെ നമ്മൾ പറയും കോപ്പറേറ്റീവ് ഫെഡറലിസം. അതെ, അപ്പൊ മീൻസ് അതുപോലെ തന്നെ പറയും ഇൻക്ലൂസിവിറ്റി, പിന്നെ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച്. മീൻസ് അവര് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവര് ഫോളോ ചെയ്യുന്ന കുറച്ച് അടിസ്ഥാന ആശയങ്ങളുണ്ട്. അതായത് ആശയങ്ങൾ താഴെ തട്ടുന്നു വരണം, സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം, എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്പെസിഫിക്കലി ചോദിക്കുന്നത്. അതായത് ഫീച്ചേഴ്സ് അല്ല, പ്രിൻസിപ്പിൾസ് ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും തമ്മിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകതകളല്ലേ. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ പ്രത്യേകതകൾ, നമ്മൾ അതിന്റെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തായിരിക്കണം ആ വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു മനസ്സിലൊരു ഐഡിയ വേണ്ടേ, എന്തിനു വേണ്ടിയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന പോലെ. കാരണം ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രിൻസിപ്പിൾസ്, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ ഐഡിയാസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഈ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്.
അപ്പൊ നമ്മൾ ആ നോക്കിക്കഴിഞ്ഞാൽ അന്ത്യോദയ, ഇൻക്ലൂഷൻ, ആ വില്ലേജ്, അതെ ഗവേണൻസ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, സസ്റ്റൈനബിലിറ്റി, അങ്ങനെ കുറെ പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട് ആ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്. ആ സാധനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പൊ ഇത് നിതി ആയോഗിന്റെ നമ്മൾ പഠിച്ചു, ഇതും പ്ലാനിംഗ് കമ്മീഷൻ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. ആ ഓക്കെ, പ്ലാനിംഗ് ഇൻക്ലൂസിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. പ്ലാനിംഗ് കമ്മീഷൻ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് മനസ്സിലായത് തന്നെ 11ാമത്തെയും 12ാമത്തെയും പ്ലാനിംഗ് കമ്മീഷൻ വരുമ്പോഴാണ്. ആ 60 കൊല്ലം പ്ലാൻ ചെയ്തിട്ട് അവർക്ക് മനസ്സിലായിട്ടാ അവര് ചെയ്യുന്നത് എല്ലാ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. ആ മനസ്സിലായോ? അപ്പൊ ഓക്കെ പീപ്പിൾസ് ഓക്കെ പാർട്ടിസിപ്പേഷൻ, മനസ്സിലായി. പ്ലാനിംഗ് കമ്മീഷനിൽ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ ഐഡിയ ഇല്ല. അവരെന്താ ചെയ്യുന്നത്? അവര് സെൻട്രൽ ഗവൺമെന്റ്, അവര് കേന്ദ്ര ഗവൺമെന്റും അവർക്ക് ആൾക്കാർ ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ തീരുമാനിക്കും, ഇതിന് താഴെ നടപ്പിലാക്കാൻ പറയും. ഇത് ഇവിടെ ആ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഒരാളും നോക്കുന്നില്ല. ആ അപ്പൊ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ ഐഡിയ മീൻസ് അപ്പോ പിന്നെ ഇതാണ് ഈ ബോട്ടം ടു ടോപ്പ് അപ്രോച്ച്, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ഈ ഒരു ചോദ്യത്തിനെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ആദ്യം ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉറപ്പുവരുത്തേണ്ട കാര്യം. ആ ഓക്കെ അപ്പം ആൻസർ റൈറ്റിങ്ങിന് പ്രശ്നം, അതായത് ആതിരയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിങ്ങിന് എങ്ങനെ തുടങ്ങുക എന്നുള്ളതാണ്. ജസ്റ്റ് അതെ ആൻസർ എഴുതി തുടങ്ങുക, ഒറ്റ വഴിയുള്ള ആൻസർ എഴുതി തുടങ്ങുക. ആൻസർ ഓക്കെ എഴുതി തുടങ്ങുക, ആൻസർ ഓക്കെ ആണോ നോക്കുക, മീൻസ് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക, ആൻസർ ഓക്കെ ആണോ നോക്കുക, എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചോദ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ആ ഓക്കെ, ആ ചോദ്യം ആദ്യം മനസ്സിലാക്കുകയാണ്. UPSC നിങ്ങളോട് 150 വേർഡ്സിൽ എഴുതാൻ പറയുമ്പോൾ ഈ 150 വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ നമ്പറാണ് കേട്ടോ. 150, 250 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടൊന്നും വിചാരിക്കരുത്. ചെറിയ നമ്പറാണ് 150 എന്നൊക്കെ പറഞ്ഞാല്. നമ്മളൊരു 10 വരിയോ 15 വരിയൊക്കെ എഴുതുമ്പോഴത്തേക്ക് ചിലപ്പോൾ അങ്ങ് ആയിപ്പോകും. അതെ ഓക്കെ, അപ്പൊ ഇത് ചെറിയ നമ്പറാണ്. അപ്പൊ ഈ ചെറിയ നമ്പറിൽ നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ UPSCയുടെ ക്വസ്റ്റ്യൻസ് അത്രയും സ്പെസിഫിക് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയനെ അഡ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് മാർക്ക് ഒന്നും കിട്ടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ നന്നായിട്ട് എഴുതിയെന്ന്, പക്ഷെ ആ മാർക്ക് വരില്ല. ആ ഓക്കെ, അപ്പം ആൻസർ റൈറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആൻസർ റൈറ്റിംഗ് നന്നായിട്ട് എഴുതുക. ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ആൻസേഴ്സിനെ എഴുതി തുടങ്ങുക. ഓക്കെ ഓക്കെ, അത് ചെയ്യാം. ഓക്കെ പിന്നെ പഠിച്ചത് ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ്, പ്രിലിംസിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. പഠിച്ചത് എഫക്റ്റീവ് ആണോ എന്ന് നോക്കാൻ മനസ്സിലായി. ആ പഠിച്ചത് മനസ്സിലായിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ റിവിഷൻ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പൊ തന്നെ റിവിഷൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ രാത്രി റിവിഷൻ ചെയ്യുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ. അതായത് ആ റിവിഷൻ ചെയ്യുക എന്ന് പറയുന്നത് ആൾക്കാർ രണ്ടാമതും പഠിച്ച സാധനം ഒന്നും കൂടെ വായിച്ചു നോക്കുക എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. അതെ അതെ പക്ഷേ റിവിഷൻ എന്നുള്ളത് ഭയങ്കര എഫക്റ്റീവ് ആവുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് പഠിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബുക്ക് തുറന്നു വെച്ചിട്ട്. സർ കേൾക്കുന്നില്ല. ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, ബുക്ക് തുറന്നു വെച്ചിട്ട് പിന്നെ ആ ഒന്ന് നോക്കുക, ഇത് ഇന്ന സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക, ഓർത്തെടുത്ത് ആ പറയാൻ വേണ്ടി. ആ അതേപോലെ ഈ ഒരു റിവിഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും, നല്ല കോൺഫിഡൻസും ഉണ്ടാവും. ആ ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ എന്നിട്ട് എന്ത് മാറ്റം ഉണ്ട് നമുക്ക് നോക്കാം. ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ സർ പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിലും, അതായത് ഇപ്പം ഞാൻ ഹിന്ദു ഇപ്പം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു 1 hour ഒക്കെ ഉള്ളിൽ വായിച്ച് തീർക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്തിടും. അത് കഴിഞ്ഞിട്ടാണ് നോട്ട് ഉണ്ടാക്കാറ്. അപ്പം അതിനെന്താ വെച്ചാൽ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതേപോലെ എനിക്ക് ഫുൾ നോട്ട്സും അന്നന്ന് ദിവസം കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. പേപ്പർ വായിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിന്റെ നോട്ട്സ് എഴുതിയെടുക്കുമ്പം കുറച്ച് ദിവസം കൂടുതൽ എടുക്കുന്നുണ്ട്. അതായത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിരാ, അതായത് ആ നമ്മൾ കറണ്ട് അഫയേഴ്സിന് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നോട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ആയി പോകരുത്. ഉദാഹരണത്തിന് ഇന്നത്തെ വാർത്തയിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു ടോപ്പിക് ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ ഇപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ഞാനിപ്പോ ജസ്റ്റ് എടുത്തേ ഉള്ളൂ. അപ്പൊ അതില് ആ പിന്നെ ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഇസ്രായേലിലേക്ക് ആൾക്കാർ പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു. ആ അപ്പൊ ആ വാർത്തയില് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ കൺവെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൽ 2 കൺവെൻഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ILOയുടെ. ആ അപ്പൊ നമ്മൾ ഇപ്പം ആതിര പഠിക്കുമ്പോൾ ആതിര എന്ത് ചെയ്യും, ഈ ILOയുടെ കൺവെൻഷൻസ് വാർത്തയിൽ വന്നു, അപ്പൊ ഈ കൺവെൻഷൻസ് എന്താണെന്ന് അന്വേഷിക്കാൻ പോകും. ആ ആ പരിപാടി ചെയ്യരുത്. ഓക്കെ
ഓക്കെ, നമ്മൾ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യരുത്, ഒരു സാധനത്തിലേക്ക് ഡീപ്പായി ഡൈവ് ചെയ്യാൻ ശ്രമിക്കരുത് കറണ്ട് അഫയേഴ്സിൽ. ആ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ന്യൂസ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് ILO എന്താണെന്ന് അറിയാലോ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നത്. ആ ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഇങ്ങനെ 2 കൺവെൻഷൻസ് ഉണ്ട് എന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ആ അത് തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഈ കൺവെൻഷൻസ് റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇസ്രായേൽ 2 കൺവെൻഷൻസും റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ആ ഓക്കെ. അത്രയും നമുക്ക് മതി. ഈ പക്ഷെ കൺവെൻഷൻ എന്താണെന്നോ ഇത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പൊ വേണ്ട. ഇത് ആ വേണ്ടത് എപ്പോഴാണെന്ന് അറിയുന്നത് വെച്ചാൽ ഇത് ഒന്നുകിൽ നമുക്ക് വീണ്ടും വാർത്തകളിൽ ആവർത്തിച്ച് വരും. ആ ഓക്കെ, ഈ കൺവെൻഷൻസ് റിലവന്റ് ആണെങ്കിൽ ഇത് വാർത്തകൾ ആവർത്തിച്ച് വരും. ആ സമയത്ത് നമുക്ക് അന്നേരം നമുക്കത് മനസ്സിലാവും, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് തുടർച്ചയായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോകും. ഇത് അപ്പോഴങ്ങനെ ആവർത്തിക്കുന്നത് മാത്രം നോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ആവർത്തിക്കും, ഇല്ലെങ്കിൽ ആ വാർത്തയിൽ തന്ന വാക്കുകൾ മാത്രം നമുക്ക് മതി. ആ ഓക്കെ. അപ്പൊ ഓക്കെ, നമുക്ക് ഇപ്പൊ ചില ILO പേര് വരുമ്പോ ILO കുറിച്ച് നമ്മൾ ഇപ്പോഴേ ഡീപ്പ് ഡൈവ് ചെയ്യണ്ട. ആ ഓക്കെ, ILO എന്താണെന്ന് നമുക്ക് ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. അത്രയും നോളജ് മാത്രം നമുക്ക് മതി. ആ ഓക്കെ. അപ്പൊ ഓക്കെ, ഞാൻ ഓരോ നമ്മള് ഓർഗനൈസേഷനും ചെയ്യുന്ന അതായത് ന്യൂസിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം, ആ വാർത്തയിൽ പറഞ്ഞ സാധനങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്യുക. നമ്മൾ അതിന്റെ ആ ഡെപ്തിലേക്ക് പോകാൻ ശ്രമിക്കരുത് ഇപ്പോ. ആ ഓക്കെ. ഉദാഹരണത്തിന് റെഡ് സി ആ ആദ്യത്തെ പ്രാവശ്യം ഹൂത്തി അറ്റാക്ക് വന്ന സമയത്ത് വാർത്തയിൽ വന്നു. ആ വന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് റെഡ് സി അതിന്റെ ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. ആ ഓക്കെ, റെഡ് സി എവിടെയാണ്, ഓക്കെ. അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വെച്ചാൽ മതി. ഇവിടെ യമൻ ഉണ്ട്, ഇവിടെയാണ് ബാബ് അൽ മന്ദബ് സ്ട്രീറ്റ്, ഇവിടെ ഗൾഫ് ഓഫ് ഏദൻ ഉണ്ട്. ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് റെഡ് സി ഇവിടെയാണ്, ഇവിടെ സൂയസ് കനാൽ ഉണ്ട്, ഇവിടെ ജിബൌട്ടി ഉണ്ട്, ഇപ്പൊ ഇവിടെ മറ്റേ ഹോൺ ഓഫ് ആഫ്രിക്ക ഉണ്ട്, പിന്നെ സൊമാലിയ ഉണ്ട്, ഇവിടെ ജിബൌട്ടി ഉണ്ട്. മീൻസ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും ആ നമ്മൾ ആ നോട്ട് ചെയ്യണം. റെഡ് സി എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ നോട്ട് ചെയ്താണ്. ഇപ്പൊ റെഡ് ആ സി വീണ്ടും വാർത്തയിൽ വരാൻ തുടങ്ങി. അതെ അതെ. അപ്പൊ നമ്മൾ റെഡ് സീനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് നോക്കാൻ തുടങ്ങും. ആ മീൻസ് റെഡ് സീന്റെ അതിന്റെ പ്രത്യേകതകൾ, ഇതിന്റെ അയൽ രാജ്യങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, പിന്നെ ഈ ഒരു പ്രദേശത്തിന്റെ വേറെ എന്തെങ്കിലും സിഗ്നിഫിക്കൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി നമ്മൾ നോക്കും. മീൻസ് ഇത് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാർത്തകൾ തന്നെ ഈ സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, കിട്ടിക്കൊണ്ടേയിരിക്കും. ആ എക്സ്റ്റേണൽ സോഴ്സ് അധികം നോക്കേണ്ടി വരില്ല. ആ ഓക്കെ, വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പം പിന്നെ ചിൽക്ക ലേക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത ഉണ്ടായിരുന്നു. ചിൽക്ക ലേക്കില് പിന്നെ ചിൽക്ക ലേക്കിന്റെ അത് ടൂറിസം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ചിൽക്ക ലേക്ക് ഒഡീഷയില്. ഓക്കെ, അപ്പോൾ ചിൽക്ക ലേക്ക് ഒഡീഷയിൽ എന്ന് പറയുമ്പോൾ ഇതിൽ കുറെ വാക്കുകൾ ഇപ്പൊ പറഞ്ഞ പോലെ രാംസാർ കൺവെൻഷനിൽ വരുന്ന സൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു ലഗൂൺ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് വാക്കുകൾ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ആതിര പറഞ്ഞ രീതിയാണെങ്കിൽ അതിലടുത്തത് രാംസാർ കൺവെൻഷൻ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ അതെ അതെ. മറ്റു കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാൻ പോകും. ആ അതെ അതെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും പഠിച്ചു തീരില്ല. ആ അതാണ് ഞാൻ വിചാരിക്കും അത് നോട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ അത് വന്നാല് എനിക്ക് എഴുതാൻ പറ്റൂലേ പ്രിലിംസിന്. ഇവിടെ ഇത്ര മാത്രം നോക്കിയാൽ മതി. ചിൽക്ക ലേക്ക് വാർത്തയിലുണ്ട്, അപ്പൊ ചിൽക്ക ലേക്ക് നോക്കണം, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ, എന്താ അത് സംഭവം എന്നുള്ളത്. ആ പിന്നെ രാംസാർ കൺവെൻഷൻ എന്താണ്, രാംസാർ കൺവെൻഷനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ രാംസാർ കൺവെൻഷൻ എന്നൊരു ഐഡിയ വേണം. ആ ഓക്കെ, മൂന്നാമത്തെ ഓക്കെ. കാര്യം എന്ന് വെച്ചാൽ ലഗൂൺ എന്താണെന്ന് ഐഡിയ വേണം. കാരണം ആ ഏഷ്യയിലെ ഏറ്റവും വലിയ ലഗൂണാണ്, ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലഗൂൺ ആണെന്നൊക്കെ പഠിക്കുമ്പോൾ എന്താ ഈ ലഗൂൺ എന്നുള്ള ഒരു ഐഡിയ വേണം. ആ ഓക്കെ. ഇത്രയും ഐഡിയ മാത്രമേ വേണ്ടൂ. ആ ഓക്കെ, ജസ്റ്റ് എന്നാ രാംസാർ കൺവെൻഷൻ നോട്ട് ചെയ്ത് അത് ആ വാർത്തയിൽ തന്നെ ഉണ്ടാവും. ആ ഓക്കെ, ലഗൂൺ എന്താണെന്നുള്ളത് മിക്കവാറും വാർത്തയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ എന്താ ലഗൂൺ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് മൊത്തം ആ ആ എഴുതി വേണ്ട, ജസ്റ്റ് എന്താണ് ലഗൂൺ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ അതായത് ഇതിൽ നിന്ന് ഒരു നാരോ എന്താ ലാൻഡ് ഏരിയ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ബോഡിനെയാണ് നമ്മൾ ലഗൂൺ എന്ന് വിളിക്കുന്നതെന്ന് ആ ബ്രീഫ് ആയിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ആ ലഗൂൺ? ഓക്കെ, ആ ചിലപ്പോൾ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കാരണം ഒരു രാംസാർ കൺവെൻഷൻ വെറ്റ്ലാൻഡുമായി ബന്ധമാണ്. അപ്പൊ വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞ വാക്കുണ്ടാവും, വെള്ളക്കെട്ടുള്ള സ്ഥലം, വെറ്റ്ലാൻഡ് എന്ന് വിളിക്കുന്നതാണ്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. ആ ഓക്കെ, അപ്പൊ വെറ്റ്ലാൻഡ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കും, അത്രയേ ഉള്ളൂ. ആ ആ ഒരു കാര്യം നമ്മൾ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇത് ആവർത്തിച്ച് വരും. ആ ആ വാർത്തയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഓക്കെ, അല്ലാതെ ഓക്കെ. നമ്മൾ ഇതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഇത് പഠിച്ചു തീർക്കാനുള്ള ഒരു സംഭവമാണല്ലോ, അതെ. അത് തീരൂല. ആ ഓക്കെ, അപ്പൊ അപ്പൊ എനിക്കിങ്ങനെ ഒരു മറ്റേ എന്താ പറയാ ഒരു ഡൗട്ട് പോലെ ഇനിയിപ്പോ പ്രിലിംസിലൊക്കെ ചില സമയത്ത് നമ്മൾ കേൾക്കാത്തയും
ഓർഗനൈസേഷന്റെ പല ഫീച്ചേഴ്സ് ഒക്കെ വരലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ന്യൂസിൽ കാണുന്ന എല്ലാ ഓർഗനൈസേഷൻ നോട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇല്ല, മൾട്ടിപ്പിൾ ടൈംസ് വരുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ആ അതായത് ഇപ്പൊ എക്സാമിനർ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ എക്സാമിനറുടെ ഒരു കാഴ്ചപ്പാട് നോക്കുന്ന വെച്ചോ. ഇപ്പൊ എക്സാമിനർ 365 ദിവസത്തെയും ന്യൂസ് പേപ്പർ എടുത്തിട്ട് നോക്കിയിട്ടായിരിക്കൂലല്ലോ നമുക്ക് മുന്നിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതെ അദ്ദേഹം റാൻഡം ആയിട്ട് ന്യൂസസ് പിക്ക് ചെയ്യുന്നുണ്ടാവും, ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ടാവും, അതിന്റെ ബേസിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നുണ്ടാവും. അതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സോഴ്സ് ഉണ്ടാവാം, ആ സോഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് മുന്നിലേക്ക് ആയിരക്കണക്കിന് വാർത്തകൾ വന്നിട്ടുണ്ടാവാം. ആ ആയിരക്കണക്കിന് വാർത്തകളിൽ നിന്ന് അദ്ദേഹം റാൻഡം ആയിട്ട് പിക്ക് ചെയ്തിട്ട് ഒരു ടോപ്പിക് പിക്ക് ചെയ്തിട്ട് അത് UPSCയുടെ സിലബസുമായി മാച്ച് ആവുന്നുണ്ട്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ആ ഇതല്ലേ സംഭവിക്കണവ. അപ്പോൾ ഈ അതെ എക്സാമിനർ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് വരാൻ സാധ്യത എപ്പോഴാണ് കൂടുതൽ? അത് മൾട്ടിപ്പിൾ ടൈംസ് ന്യൂസിൽ വരുന്ന സമയത്ത് അല്ലേ? അതെ മൾട്ടിപ്പിൾ ടൈംസ് ന്യൂസിൽ വരും. അപ്പൊ ആ മൾട്ടിപ്പിൾ ടൈംസ് ന്യൂസിൽ വരുന്ന സാധനം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എപ്പോഴോ ഒരിക്കൽ മാത്രം ന്യൂസിൽ വന്ന സാധനം വരാൻ സാധ്യത ഭയങ്കര കുറവാണ്. വരൂല എന്നല്ല, വരാൻ സാധ്യത ഭയങ്കര കുറവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആ ന്യൂസിൽ മൾട്ടിപ്പിൾ ടൈംസ് ആവർത്തിക്കുന്ന സാധനം വരാൻ സാധ്യത കൂടുതലാണ്. ആ ഒരു ഐഡിയയിൽ മൾട്ടിപ്പിൾ ടൈംസ് വരുമ്പോൾ നമ്മൾ അതിന്റെ മേലെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലും തങ്ങി നിൽക്കുന്ന കേസുകൾ, ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായി. ഉക്രൈന്റെ പേര് എല്ലാ കേസിലും ഉണ്ടായി, അത് ചോദിച്ചു. അതെ അതേപോലെ ഇപ്പം സ്ഥിരമായിട്ട് ഇസ്രായേൽ ഗാസ ആ ന്യൂസ് ഇപ്പൊ സ്ഥിരമായിട്ട് എന്നും വേൾഡ് ന്യൂസിൽ കാണുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ അസർബൈജാനും അർമേനിയയും തമ്മിൽ ഇഷ്യൂ ഉള്ള സ്ഥലമുണ്ട്, അത് വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് ചോദിച്ചു. അതെ ഖേഴ്സൺ എന്ന് പറയുന്ന സ്ഥലം ഉക്രൈനിലെ സ്ഥലമാണ്, അത് ഇടക്കിടക്കേ വാർത്തയിൽ ഉണ്ടായിനി, അത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിനി. മീൻസ് ഇങ്ങനെ വാർത്തയിൽ വന്നുകൊണ്ടേ ഇരിക്കുന്ന സ്ഥലം ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. പിന്നെ റാൻഡം ആയിട്ട് അദ്ദേഹം പിക്ക് ചെയ്യുന്ന ന്യൂസ് അത് റാൻഡം ന്യൂസ് ആയിരിക്കും. അത് പിന്നെ നമ്മളെല്ലാ ദിവസവും പഠിക്കുക, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് വരുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. സ്വാഭാവികമായിട്ടും ചോദ്യം എവിടെ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റാം. നമ്മൾ പഠിക്കുന്നത് മാക്സിമം ഒരു സാധ്യത കൂടിയ രീതിയിലേക്ക് നമ്മൾ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ ടോപ്പിക്കും ഇൻ ഡീറ്റെയിലിൽ പോകാൻ നോക്കി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുപോലും നമുക്ക് അന്നത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ നോട്ടൊക്കെ ഭയങ്കര ക്രിസ്പ് ആയിട്ടുള്ള സാധനമായിരിക്കും. മീൻസ് ഓവർ ദ പീരീഡ് മനസ്സിലാവും. അതായത് ഇപ്പൊ അതിലൊക്കെ തന്നെ പഠിച്ചു പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് എന്താ കുറച്ചുകൂടെ വേണമെങ്കിൽ അതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ കറണ്ട് അഫയേഴ്സ്? ക്ലിയർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മഞ്ജിമ, ഓഡിബിൾ ആണോ? സർ ഓഡിബിൾ ആണ്. ഓക്കെ, മഞ്ജിമ എങ്ങനെയായി പ്രിപ്പറേഷൻ? എങ്ങനെയാ പ്രിപ്പറേഷൻ? ഈ വീക്ക് എനിക്ക് അത്ര കറക്റ്റായി ചെയ്യാൻ പറ്റിയില്ല സർ. പിന്നെ ന്യൂസ് പേപ്പർ വായിച്ചു, വായിച്ചു. മഞ്ജിമ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പോഴല്ല, അത് ടൈമല്ല, ഈ ലാസ്റ്റ് വീക്കിൽ എന്താ പഠിച്ചേ? എങ്ങനെയാ പഠിച്ചേ? NCERTs തന്നെയാണോ നോക്കിയേ? അല്ല, ലാസ്റ്റ് വീക്ക് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി. ഇപ്പൊ എങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ആക്കിയല്ലോ. അല്ല, സാറ് പറഞ്ഞ അത് ഒരു ഐഡിയ കിട്ടിയ സബ്ജക്ട് വൈസ് പോണം എന്നുള്ളത്. മെയിൻസ് ഞാൻ സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നും റീഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് റീഡിങ് ഇല്ലാത്ത ക്ലാസ്സസ്, അങ്ങനെ ഫസ്റ്റ് റീഡിങ് ചെയ്യണോ ഞാൻ, അതോ ക്ലാസ്സസ് കേട്ട് നോട്ട് എഴുതണോ, അങ്ങനെ ഒരു കൺഫ്യൂഷനായി. ഏത് സബ്ജക്റ്റ് ആയിരുന്നു ചൂസ് ചെയ്തേ? എക്കണോമി തന്നെയാണ്. ഓക്കെ, എക്കണോമിയുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 2 ബുക്കിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ഒന്ന് രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. ഞാൻ രമേശ് സിംഗിനെയാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം അതിൽ അത്യാവശ്യം ഏരിയാസ് കവേർഡ് ആണ്. ഓക്കെ, രണ്ടാമത്തെ വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക്. NCERTയിൽ നമുക്ക് രമേശ് സിംഗിന്റെ കുറവുള്ള കണ്ടന്റ് കുറെയൊക്കെ NCERTയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഏരിയാസ്. പിന്നെ നമ്മുടെ എക്കണോമിയുടെ ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് നമ്മളുടെ ഇഷ്യൂസ് ഉണ്ട്. അത് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറെയൊക്കെ ഏരിയാസ് കിട്ടും. ഓക്കെ, അപ്പം
മഞ്ജിമ പഠിക്കുമ്പോ മഞ്ജിമ ഇപ്പൊ എന്താ ചെയ്തേ? ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ എങ്ങനെയാ ചെയ്തേ? ഞാൻ ലാസ്റ്റ് വീക്ക് NCERT എക്കണോമിക്സ് നോക്കി 9th. പിന്നെ എന്നിട്ടോ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഒന്നാമത്തത് പറഞ്ഞോ. എന്നിട്ട് ഇത് ഇന്ത്യൻ എക്കണോമി രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് വായിച്ചു. കുറച്ച് ഒരു ലെസൺ തീർന്നിട്ടില്ല, ജസ്റ്റ് വായിച്ചു. എന്നിട്ട് വായിച്ചതിന്റെ ഔട്ട്പുട്ട് എന്താ, മനസ്സിലായിനോ? മനസ്സിലായി. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് PYQ ഒക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് വരുന്നില്ല. റീഡ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്, നോട്ട് മേക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് മീൻസ് ഈ 15 ചോദ്യങ്ങൾ ഉണ്ടല്ലോ, 15 ചോദ്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നാണോ, അല്ല പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നാണോ? ടോട്ടലി എല്ലാം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. അത് എല്ലാവർക്കും ഉള്ള മടിയാണ്. ആ. അതിന് നമ്മൾ മടിയും ഇൻട്രസ്റ്റ് ഇല്ലാതല്ല. അതായത് 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനം. ഒന്നാമതാണ് പഠിക്കുക. എല്ലാരും വിചാരം എന്ന് വെച്ചാല് ഇതാണ് വിജയത്തിനെ തീരുമാനിക്കുന്നത് എന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. ഇത് വിജയത്തിനെ തീരുമാനിക്കൂല. ഇത് വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ ആരും ടോപ്പിലെത്തൂല. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് നമ്മൾ വെക്കണം. എന്തായാലും ഒന്നാമത്തെ സ്റ്റെപ്പ് വെക്കാണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല. എന്നിട്ട് ആൾക്കാർ വിചാരിക്കും ഞാൻ ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രം പിടിച്ചാലും ഞാൻ ഈ മുകളിലെത്തൂല. അടുത്ത സ്റ്റെപ്പാണ് റിവിഷൻ എന്ന് പറയുന്ന സാധനം. അതായത് ഈ പഠിച്ച സാധനം നമ്മളെ മനസ്സിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണ്ടേ. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ട്. ഇതും ആൾക്കാർ ചിലപ്പോൾ ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഈ പഠിച്ച സാധനം എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് എനിക്ക് യൂസ്ഫുൾ ആണോ എന്ന് നോക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുന്നത്. അതായത് ഒരു കാര്യം പഠിച്ചു അത് പഠിച്ചത് എന്റെ തലയിൽ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ. പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ, മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാം. അതിനുവേണ്ടി ഞാൻ റിവിഷൻ ചെയ്തു. ഇനി പഠിച്ച സാധനം എനിക്ക് യൂസ്ഫുൾ ആണോ, എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. ഇത് ചെയ്യാതെ നമുക്ക് അറിയാൻ പറ്റൂല നമ്മൾ പഠിച്ചത് ഉപയോഗമുള്ളതാണോ എന്നുള്ളത്. ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ പോയ ആൾക്കാരോട് ഇതിൽ തന്നെ ഉണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ പഠിച്ചു, റിവിഷൻ ചെയ്തു, എല്ലാം പഠിച്ചിട്ട് എക്സാം പോയി, പക്ഷെ എക്സാമിന് പോയിട്ട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോയി. എന്താരോ ചിരിച്ചു. ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യാ, കണ്ണ് തള്ളിപ്പോകുമല്ലോ. കാരണം ഈ പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയെങ്കിലല്ലേ ആ ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂലൂ. നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചു, നമുക്കെല്ലാം മനസ്സിലായി, എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എക്സാം ഹോളിൽ പോകും. ആളെ വരുന്ന ചോദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ല. അപ്പൊ നമ്മള് പേടിച്ചു പോകും, കണ്ണ് തള്ളിപ്പോകും, ഇതെന്ത് എക്സാം ആണെന്ന് വിചാരിക്കും. ഇതിന്റെ എല്ലാം പ്രശ്നം വെച്ചാൽ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം മഞ്ജിമ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് ആ ഒരു ഇൻട്രസ്റ്റ് കുറവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് അങ്ങ് കളയുക. ഞാനതിന്റെ മടിയെന്നാണ് പറയുക, ആ മടിയെ അങ്ങ് കളയുക. ഓക്കെ, അപ്പോ മടീനെ കളയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മടീനെ എങ്ങനെ കളയുമെന്ന് പറയണ്ടേ. മടി പോന്ന് പറഞ്ഞാൽ പോകില്ല. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വാന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് വരൂലല്ലോ. ഓക്കെ, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതേപോലെ ചെയ്യാം, രണ്ടാമത്തെ സ്റ്റെപ്പ് റിവിഷൻ ചെയ്യാം. ഇനി ഒന്നാമത്തെ ചോദ്യം ചെയ്യുന്നതിന് മഞ്ജിമ ബുദ്ധിമുട്ടില്ലല്ലോ. ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ചോദ്യം കുറെ ചോദ്യം ചെയ്യാനല്ലേ ബുദ്ധിമുട്ട്. ഒന്നാമത്തെ ചോദ്യം കിട്ടുന്നുണ്ടോ നോക്കാം. പിന്നെ സാർ എനിക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് കാണുന്നതാണെങ്കിലും കുറെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത, അതായത് കേൾക്കാത്ത ക്വസ്റ്റ്യൻസാ. അപ്പൊ എനിക്ക് ചെയ്യുമ്പോ അതെങ്ങനെ PYQ ആണെങ്കിലും അങ്ങനെ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ ഫുൾ ഫോം.
UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 5 ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്? അതുമാണ്. പിന്നെ ഞാനിപ്പോ ഇപ്പോഴല്ലേ പഠിച്ചു തുടങ്ങിയ, അപ്പൊ അധികം കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ചെയ്യുമ്പോ ഒരു നമ്മളിതിപ്പോ ഈ ഒരു 1% ക്ലബ്ബ് എന്ന് പറയുന്നതാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ചെയ്യുന്നത്? അതെ. അല്ല, വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ. ഓക്കെ, നമ്മളിത് എങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മഞ്ജുമക്ക് ഒരു ടോപ്പിക് പഠിക്കാൻ വേണ്ടി തന്നു. ഓക്കെ, ഇന്ന് പഠിക്കാൻ വേണ്ടി ഒരു ടോപ്പിക് തന്നു. ഈ ടോപ്പിക്കിൽ നിന്നാണ് 5 ചോദ്യങ്ങളുള്ളത്. അപ്പൊ മഞ്ജിമ അത്യാവശ്യം ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 ചോദ്യത്തിൽ ഒരു 3 ചോദ്യമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. മഞ്ജിമക്ക് ഈ 5 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല? അല്ല, പറ്റുന്നുണ്ട്. ചിലത് കുറച്ച് പറ്റുന്നുണ്ട്, കുറച്ചൊക്കെ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് 5-ൽ എത്രണ്ണം പറ്റും? മാക്സിമം 2, ചിലപ്പോ ആയിരിക്കും. മഞ്ജിമ, നമുക്ക് ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. UPSC സിവിൽ സർവീസ് എക്സാമില് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 50% ആയിരിക്കണം. മനസ്സിലായിട്ടേ? 50% എക്സ്പെക്ടേഷൻ നമുക്ക് മതി എവിടെയായാലും. ഓക്കെ, എക്സെപ്റ്റ് ഇന്റർവ്യൂ സ്റ്റേജിലാ വരിക, എന്നാലും 50% എക്സ്പെക്ടേഷൻ മതി. ഓക്കെ, പ്രിലിംസിന് മഞ്ജിമക്ക് 100 ചോദ്യം തന്നാല് 50 ചോദ്യം എനിക്ക് നന്നാ കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാൻ മതി. 5 ചോദ്യം പറഞ്ഞാല് അതിലൊരു 3 എണ്ണം, അത് 50% അധികമായി പോയി, എന്നാലും 3 ചോദ്യം എനിക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. മീൻസ് ആ ഒരു എക്സ്പെക്ടേഷനെ നമുക്ക് കീപ്പ് ചെയ്യട്ടോ. അതായത് നമ്മളിവിടെ 100-ൽ 100 മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരല്ല, അത് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, മഞ്ജിമക്ക് 5 ചോദ്യം തന്നെ, എനിക്ക് 5-ൽ 5 ചോദ്യങ്ങളും ഭയങ്കര കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ഭയങ്കര കോൺഫിഡൻസോടെ ശരിയാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കാരണം എനിക്ക് മഞ്ജിമക്ക് 5 എളുപ്പ ചോദ്യം തരാൻ പറ്റും, പക്ഷെ മഞ്ജിമക്ക് അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. മഞ്ജിമ എന്താ വിചാരിക്കുക, ഞാൻ മറ്റേ ഡെയിലി ഞാനത് ചെയ്യുന്ന 5 ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രീവിയസ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയപ്പോ എക്സാം ഹാളിൽ പോയപ്പോ അതിൽ 10 എണ്ണം പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയോ മഞ്ജിമ? മഞ്ജിമക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര ടഫ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു എബോവ് മീഡിയം ടഫ് ആയിരിക്കും. ഒരു മീഡിയം ടഫ്. അപ്പൊ ഇതില് നന്നായിട്ട് പഠിച്ചവർക്ക് ചിലപ്പോ 5-ൽ 4 എണ്ണൊക്കെ കിട്ടും. ചിലപ്പോ മീൻസ് ഓൾറെഡി പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, ഓൾറെഡി സബ്ജക്ട് പഠിച്ച് ഓൾറെഡി കോച്ചിങ്ങിനൊക്കെ ഓൾറെഡി സബ്ജക്റ്റുകളൊക്കെ നല്ല ഐഡിയ ഉണ്ടാവും. പിന്നെ ഇപ്പൊ നമുക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാവുന്ന ക്വിക്കായിട്ട് റിവിഷൻ ഒക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് 5-ൽ 4, ചിലപ്പോ 5-ൽ 5 കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേ, കിട്ടും. ഇപ്പം മഞ്ജിമ ആദ്യമായിട്ട് പഠിക്കുമല്ലേ ചെയ്യുന്നേ, മഞ്ജിമക്ക് 5-ൽ 2 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളമാണ്. ഇപ്പൊ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കിൽ മഞ്ജിമക്ക് 5-ൽ 2 കിട്ടുന്നുണ്ടെങ്കിൽ ഓവർ ദ പീരീഡ് മഞ്ജിമ 5-ൽ 4 കിട്ടാൻ തുടങ്ങും. ഓക്കെ, മഞ്ജിമക്ക് 5-ൽ 0 കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു കൺസേൺ ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ടിൽ എഴുതണോ? പക്ഷെ എനിക്ക് ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ റിപ്പോർട്ട് നോക്കാറില്ല ഇടയ്ക്ക്. മഞ്ജിമ ചെയ്യേണ്ട കാര്യം, അതായത് ടെസ്റ്റ് എഴുതിയിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മഞ്ജിമ, ഞാനിപ്പം 5 ചോദ്യങ്ങളുടെ കേസാണ് പറഞ്ഞത്. 1-ാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്യുക, 2-ാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്യുക, 3-ാമത്തെ അറ്റൻഡ് ചെയ്യുക, 4-ാമത്തെ അറ്റൻഡ് ചെയ്യുക, 5-ാമത്തെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അറ്റൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ റിപ്പോർട്ട് കാണുമല്ലോ. റിപ്പോർട്ട് കാണുമ്പോൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ മീൻസ് എന്താ സംഭവിക്കാൻ അറിയോ, 1-ാമത്തെ ചോദ്യം മഞ്ജിമക്ക് ഉറപ്പാണ് അത് A ആണ് ആൻസർ എന്നത്. മഞ്ജിമ A എന്ന് ആൻസർ ചെയ്തു, അപ്പൊ 1-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം A തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, മഞ്ജിമക്ക് ഒരു ചോദ്യം ശരിയായല്ലോ. 2-ാമത്തെ ചോദ്യം മഞ്ജിമ B എന്ന് ഉറച്ചായി വിശ്വസിച്ചിട്ട് മാർക്ക് ചെയ്തു, പക്ഷെ 2-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ C എന്നായിരിക്കും. അപ്പൊ മഞ്ജിമ കാര്യം ഞാനത് പഠിച്ചതെല്ലാം വെച്ചിട്ട് എനിക്ക് B എന്നല്ലേ കിട്ടിയേ, പിന്നെ എന്താ C എന്ന് കിട്ടിയേ? ഇവിടെ C ആണല്ലോ. അപ്പൊ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കാം. എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ മഞ്ജിമ ചിന്തിച്ച രീതി പിന്നെ എക്സ്പ്ലനേഷൻ എഴുതിയത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ മഞ്ജിമക്ക് എക്സ്പ്ലനേഷൻ കൺവിൻസിങ് ആണെങ്കിൽ മഞ്ജിമയുടെ മിസ്റ്റേക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ ഓക്കെ,
ഞാൻ കറക്കിക്കുത്തൽ അറിയാത്തത് ഞാൻ ആ ബെസ്റ്റ്. അപ്പൊ മഞ്ജിമ, ഞാൻ നേരത്തെ കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ഇവിടെ കറക്കിക്കുത്തലിന്റെ ഒക്കെ കഥ. ഈ കറക്കിക്കുത്തൽ പരിപാടിയൊക്കെ ആദ്യം ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ആ. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ആ. മീൻസ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എക്സാം ആണ്. ഇവിടെ ആക്ച്വലി ടോപ്പ് മെറിറ്റ് വേണം. ടോപ്പ് മെറിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡിഗ്രിക്ക് റാങ്ക് ഉണ്ടോ എന്നുള്ള കാര്യമില്ല. നമ്മൾ ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ അത്രയും മെറിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രിലിംസ് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റൂ. ഈ ടോപ്പ് മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാഹരണം, ഇത് എന്തിനു വേണ്ടിയിട്ടാ? മഞ്ജുമക്ക് IAS ആവണോ, IPS ആവണോ, IFS ആവണോ, അല്ല വേറെ എന്തെങ്കിലും സർവീസ്? ഒന്നും വേണ്ടേ? IAS ആവണം. IAS ആണ്. അപ്പൊ ഞാൻ ഇപ്പോഴേ മഞ്ജുവിനെ ഞാൻ IAS ആക്കി. ഓക്കെ, അപ്പൊ മഞ്ജിമ മധു IAS. ഓക്കെ, മഞ്ജിമ ഏത് ജില്ലയെന്നാ? ഞാൻ നീലഗിരി. നീലഗിരി എന്ന് പറഞ്ഞാൽ ഏത്? ഇടുക്കിയാ? അല്ല, തമിഴ്നാട്. തമിഴ്നാടോ? തമിഴ്നാട് ഒരു ജില്ലയല്ലല്ലോ, ഒരു സ്റ്റേറ്റിലെ? ആ സ്റ്റേറ്റ് നീലഗിരി ജില്ലയാണ്. മലയാളം തമിഴ്നാടിൽ താമസിക്കുന്നതാണോ, മലയാളിയാണോ? അല്ല, അതെ, മലയാളിയാണ്. അപ്പൊ നീലഗിരി ജില്ലയുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിട്ട് വന്നു എന്ന് വെച്ചോ. ആദ്യം ഡിസ്ട്രിക്ട് കളക്ടർ വേണം, നമുക്ക് സബ് കളക്ടർ ആവാം. സബ് കളക്ടർ ആയിട്ട് വന്നു. എന്നിട്ട് പിന്നെ മഞ്ജുമേരെ മുന്നിൽ ഒരു ഫയൽ വന്നു. ഫയൽ വന്നു വെച്ച് കഴിഞ്ഞാല് അവിടെ കുറെ ലാൻഡ് ഉണ്ട്, ഗവൺമെന്റിന്റെ കുറെ ലാൻഡ് ഉണ്ട്. ഈ ഗവൺമെന്റിന്റെ കുറെ ലാൻഡുകള് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതില് ഒരു റിക്വസ്റ്റ് ചെയ്ത ഒരാളുടെ പേര് ഞാൻ അമൃതയുടെയൊക്കെ പേര് കൊണ്ടിരുന്നുണ്ട്. അമൃത, പിന്നെ ആതിര റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് അരുൺ ഷാ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മഞ്ജിമ ഇവർക്ക് എങ്ങനെ ഭൂമി കൊടുക്കുക? മഞ്ജിമയുടെ കയ്യിലുള്ള ഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജിമക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന ഭൂമി എന്ന് വെച്ചാൽ ഒരു 50 സെന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഞാൻ അമൃത ചോദിച്ചിട്ടുണ്ട് 25 സെന്റ്, ആതിര ചോദിച്ചിട്ടുണ്ട് 30 സെന്റ്, ഞാൻ പിന്നെ കുറച്ച് അത്യാഗ്രഹിയായതിനുള്ള 50 സെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മഞ്ജിമ എങ്ങനെ ഇവർക്ക് അലോട്ട് ചെയ്യാം? കറക്റ്റ് കിട്ടുമോ? ഇല്ല. എങ്ങനെ കൊടുക്കും? അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്തിനാണോ പർപ്പസ് എന്താന്ന് അറിഞ്ഞിട്ട് പിന്നെ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യുന്ന? കറക്റ്റ് കുത്തുവാണോ ചെയ്യുന്നത്? അല്ല, ഇപ്പൊ എന്താ ചെയ്തേ? എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാനത്, അതായത് സംഭവത്തിനെ അനലൈസ് ചെയ്തിട്ട് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും അല്ലെ? ഈ പരിപാടിയാണ് അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടത്. ഈ പണി ചെയ്യേണ്ട ഒരാള് പരീക്ഷക്ക് കറക്കി കുത്തുന്നുണ്ട്. അയാളെ UPSC സെലക്ട് ചെയ്യോ IAS കാര്യമായിട്ട്? പ്രിലിംസിന് കറക്കി കുത്തുന്ന ഒരാളാണ്. ഇതേപോലത്തെ ഒരു ഫയൽ മഞ്ജിമക്ക് വരുമ്പോ മഞ്ജിമ കറക്കി കുത്തില്ല എന്നുള്ളതിനൊന്നും ഇത്ര ഉറപ്പില്ല. അല്ല, പ്രിലിംസിൽ ഞാൻ കറക്കി കുത്തൂല. ഇതിപ്പോ ഇവിടെ എന്തോ, അതായത് മഞ്ജിമ എന്താണോ ഇപ്പൊ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അത് തന്നെ ചെയ്യത്തുള്ളൂ. കാരണം വെച്ചാല് മീൻസ് ഈവൻ ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുമ്പോൾ കറക്കി കുത്താണ്ട് വളരെയധികം പ്രാക്ടീസ് ചെയ്തു പോയ ആളായിരുന്നു എക്സാം ഹാളിൽ പോയിട്ട് 100 ചോദ്യത്തില് 45 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടി. എന്നിട്ട് ബാക്കി ഒരു 25 ചോദ്യം കറക്കി കുത്തുന്ന ആൾക്കാരുണ്ട്. എന്റെ 25 ചോദ്യത്തില് 5 എണ്ണം ശരിയാവും, 20 എണ്ണം തെറ്റും. അതോടെ ആള് പുറത്തേക്കാവും. വേറെ കേസ്. മീൻസ് നമ്മള് കറക്കി കുത്താണ്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് കറക്കി കുത്തും. അപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ കറക്കി കുത്തുന്ന മഞ്ജിമ എക്സാമിന് കറക്കി കുത്തൂല എന്നാണോ പറയുന്നത്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. അതായത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്കി കുത്താത്ത ആൾക്കാര് ആക്ച്വൽ എക്സാമിന് കറക്കി കുത്തുന്നുണ്ട്, എന്നിട്ട് അവസാനം റിഗ്രറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കറക്കി കുത്തുന്ന മഞ്ജിമ ഒരു മിനിറ്റ് കറക്കി കുത്തുന്ന മഞ്ജിമ പിന്നെ ആക്ച്വൽ എക്സാമിൽ കറക്കി കുത്തൂല എന്നാണോ പറയുന്നത്? അല്ല സർ, അത് ഞാനിപ്പോ ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ക്വസ്റ്റ്യൻസ്
ചെയ്യുന്നതിന് പ്രയോറിറ്റി കൊടുത്തില്ല. ഇനിയിപ്പോ ഇനി വേണം കൊടുക്കാൻ പ്രയോറിറ്റി. അതിനായിട്ട് ഓക്കെ സ്ക്രീൻ പോയത്. ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ഒരേപോലെ ആയിരിക്കണം മനസ്സിലാവും. അപ്പൊ മഞ്ജു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഈ ഒരു കാര്യം 3 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ടെന്ന് ഓർക്കും. ഓക്കെ, ഇതുവരെ ഉള്ളത് എന്തെങ്കിലും ആവട്ടെ. ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ പഠിക്കുന്ന സമയത്ത്, ഇനി രാത്രിയായില്ലേ, നാളെ മുതൽ പഠിക്കുന്ന സമയത്ത് ഒരു പോർഷൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് മഞ്ജിമ കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, എത്രയും കാണാൻ മഞ്ജിമ പഠിക്കാൻ ഉദ്ദേശിച്ചു ആ പോർഷൻ പഠിക്കാൻ ഉദ്ദേശിച്ചു. അന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ആ സാധനങ്ങൾ മൊത്തം ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്റെ റിവിഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായില്ലേ? പഠിച്ച സാധനങ്ങൾ എന്റെ ബ്രെയിനിൽ തന്നെ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുകയാണ് എന്റെ റിവിഷൻ. മൂന്നാമത്തെ കാര്യം വെച്ചാല് അന്ന് പഠിച്ചത് വെച്ചിരുന്ന ചോദ്യങ്ങൾ, 15 ചോദ്യങ്ങൾ അന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ചോദ്യം ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്റ്റ് ഏറ്റവും മാക്സിമം സീരിയസ്നെസ്സോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് അന്ന് പഠിച്ച കാര്യങ്ങൾ, അന്ന് റിവൈസ് ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം ഇഫക്റ്റീവ് ആണ്, അതായത് മഞ്ജിമ പഠിച്ചത് എത്രമാത്രം ഓക്കെ ആണ്, മഞ്ജിമ പഠിക്കുന്നതിന് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ, മഞ്ജിമ പഠിച്ചത് ഓക്കെ ആണോ, അല്ല മഞ്ജിമ പഠിച്ചത് മൊത്തം ഒരു ഉപയോഗമില്ലാത്ത കണ്ടന്റ് ആണോ എന്നുള്ളത് മഞ്ജിമക്ക് ചെക്ക് ചെയ്യണല്ലോ. അതിനു വേണ്ടിയിട്ട് അറ്റ്മോസ്റ്റ് സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ അറ്റ്മോസ്റ്റ് സീരിയസോടുകൂടി, അറ്റ്മോസ്റ്റ് സീരിയസ് വെച്ചാൽ നല്ല സീരിയസ്നെസ്സോടുകൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാല്, മഞ്ജിമ ശരി എന്ന് വിചാരിച്ചിട്ട് മാർക്ക് ചെയ്ത ബി ആക്ച്വൽ ആൻസറിൽ സി ആയിരിക്കും, തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പൊ മഞ്ജിമക്ക് അറിയണം ഞാൻ ശരി എന്ന് വിചാരിച്ച കാര്യം എങ്ങനെയാണ് എനിക്ക് തെറ്റിപ്പോയത്. മനസ്സിലായ? ഓക്കെ, അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മഞ്ജിമ സീരിയസ് ആയിട്ട് ചോദ്യം വായിച്ച് സീരിയസ് ആയി ആലോചിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മഞ്ജിമ വെറുതെ ബി നിങ്ങൾ കുത്തി ആൻസർ നോക്കുമ്പോഴത്തേക്ക് സി ആ ഉത്തരം, അത് കറക്കി കുത്തിയതല്ലേ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക ഇല്ല, മനസ്സിലായി? അങ്ങനെയല്ല, ഇങ്ങനത്തെ കേസിൽ കറക്കി കുത്തിയാൽ ശ്രദ്ധിക്കൂലല്ല. ഇല്ല. അപ്പൊ ഒരു മഞ്ജിമ പഠിച്ചു, മഞ്ജിമ പഠിച്ചത് വെച്ചിട്ട് മഞ്ജിമക്ക് 5 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് മഞ്ജിമക്ക് 3 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റി, 2 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 3 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞ് അത് മഞ്ജിമക്ക് അറിയണ്ടേ? മഞ്ജിമ പഠിച്ചത് കുറവായതുകൊണ്ടാണോ, മഞ്ജിമക്ക് പഠിച്ചത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണോ, മഞ്ജിമ പഠിക്കാത്ത ഒരു ടോപ്പിക്കിൽ നിന്നാണോ ചോദ്യം തന്നെ? അതെന്താണെന്ന് അറിയണ്ടേ? അതിനാ അനാലിസിസ് പാർട്ട് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് മഞ്ജിമ പഠിച്ചതിൽ വിട്ടുപോയ കാര്യങ്ങളോ മഞ്ജിമക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രോസസ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള, പക്ഷെ ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ആ വളരെ കുറച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് പ്രിലിംസ് ക്വാളിഫൈ ആവുന്നത്. ഓക്കെ, ഈ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് ഭയങ്കര സക്സസ് റേറ്റ് കുറഞ്ഞ 0.01% കുറവാണ് ഇതിന്റെ സക്സസ് റേറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാരണം ഒരു 8 ലക്ഷം ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുന്നതിൽ 8 ലക്ഷത്തിൽ 5 ലക്ഷം ആൾക്കാരെ പോയിട്ട് എക്സാം എഴുതത്തുള്ളൂ. ഓക്കെ, 3 ലക്ഷം ആൾക്കാർ എക്സാം എഴുതാനേ പോകുന്നില്ല. ഈ 5 ലക്ഷം ആൾക്കാർ എഴുതിയിട്ട് അതിലൊരു 15,000 ആൾക്കാർ, 15,000 കുറച്ച് കൂടിയ നമ്പറാണ്, 15,000 ആൾക്കാരാണ് പാസ്സാവുന്നത്. അപ്പം ഇത് നോക്കിയേ, 5 ലക്ഷം ആൾക്കാർ എഴുതിയിട്ട് 15,000 ആൾക്കാരാ പാസ്സാവുന്നത്. ഓക്കെ, ഈ 15,000 ആൾക്കാരില് ഈ ആക്ച്വലി ഇവിടെ മത്സരം നടക്കുന്നത് ഈ 15,000 അതിന്റെ ഒരു 15,000-ന്റെ ഒരു 5 മടങ്ങ് ആൾക്കാർ മാത്രമാണ് സിവിൽ സർവീസ് എക്സാമിന് ആക്ച്വൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. അതായത് 75,000 ആൾക്കാർ. ഈ 75,000 ഞാനൊരു നമ്പർ പറഞ്ഞതാണ്. ഈ നമ്പർ എങ്ങനെയാ എത്തിയിരിക്കുന്നത് വെച്ചാല്, നമ്മളെ കട്ട് ഓഫ് മാർക്ക് 87 ആണെന്ന് വിചാരിച്ചോ. ഈ 87 ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു 80 മാർക്കിന് മേലെ കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ തമ്മിലാണ് ആക്ച്വലി ഈ മത്സരം നടക്കുന്നത്. ഈ 80 അല്ലെങ്കിൽ 75 അതിന് മേലെയുള്ള ഒരു മാർക്കിന് ചുറ്റും നടക്കുന്ന ആൾക്കാർ തമ്മിലാണ് മത്സരം നടക്കുന്നത്. കാരണം അവരാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഈ 5 ലക്ഷം ആൾക്കാരില് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ,
5 ലക്ഷത്തിന് ഇത് പോട്ടെ, ഞാൻ 75,000 1 ലക്ഷം, ബാക്കി 4 ലക്ഷം ആൾക്കാരുണ്ടല്ലോ. ഈ 4 ലക്ഷം ആൾക്കാരുടെ മാർക്ക് എങ്ങനെ ഉണ്ടാവും അറിയാം? -13, -12, -12, 30, 17, 24, 63, 50, 22, 11, 37 ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവരാണോ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ? അല്ല. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഈ കട്ട് ഓഫിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. ഈ കട്ട് ഓഫിനെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ ഒരു 75,000 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 75,000 ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ കട്ട് ഓഫിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? അവർ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്താ ഈ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക ഉദ്ദേശിക്കുന്നത്? സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് മര്യാദയ്ക്ക് പഠിക്കുന്നുണ്ട്, രണ്ടാമത്തത് കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്തിട്ട് പഠിച്ചത് എന്റെ മെമ്മറിയിൽ തന്നെ ഉണ്ട് ഉറപ്പ് വരുന്നത്, മൂന്നാമത്തത് നന്നായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് പിറകെയാ ഉള്ളേ. ഇവിടെ നിന്നിട്ട് ഇവിടെയുള്ള സാധനത്തിന് എത്തിപ്പിടിക്കാൻ നോക്കിയാൽ കിട്ടുക? അതായത് മഞ്ജിമ ചോദ്യം ചെയ്യുന്നില്ല, മഞ്ജിമ ഇവിടെയുള്ള ഇവിടത്തത് വിചാരിച്ചാൽ കിട്ടുക? കിട്ടില്ല. ഇവിടെ നിന്നിട്ട് ഇവിടത്തത് കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? കിട്ടൂല. ഇവിടെ നിന്നിട്ട് തന്നെ പിടിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ പ്രിലിംസിന് പോകുന്നതിന് മുമ്പേ വെദർ ഐ ഹാവ് ടു അറ്റംപ്റ്റ് പ്രിലിംസ് എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ എത്ര ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുവരെ. അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസ് എങ്കിലും എഴുതാതെ, ഒരു ടെസ്റ്റ് സീരീസ് അപ്രോക്സിമേറ്റ്ലി 2000 ക്വസ്റ്റ്യൻസ് വരും. ഒരു ടെസ്റ്റ് സീരീസ് എങ്കിലും എഴുതാതെ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് ഈക്വാലന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ പ്രിലിംസ് എഴുതാൻ പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. നിങ്ങളിപ്പോ തുടക്കക്കാരാ. തുടക്കം എന്ന് വെച്ചാല് ഒരുപാട് ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ പ്രിപ്പറേഷനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് പോകുന്ന സമയം. ഓക്കെ, അപ്പം ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കേസാണ്. ഞാൻ മഞ്ജിമേനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് മഞ്ജിമ ഓൾറെഡി കുറെ കാര്യങ്ങൾ സെറ്റായി നിൽക്കുമല്ലേ. അപ്പൊ ഞാൻ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് മഞ്ജിമേനെ കൺഫ്യൂസ് ആക്കുമ്പോൾ ഉള്ളൊരു ഡൗട്ട് വരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല സർ, ഞാനത് കോച്ചിങ് ഇവിടെ കുറച്ച് നേരത്തെ എടുത്തോണ്ട് അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താണോ പഠിക്കാൻ തുടങ്ങുന്നത് ആ ദിവസവും നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല 365 ദിവസവും നമ്മൾ ഒരേ സീരിയസ്നെസ് ആണ്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ സ്ലോ, അവസാന സ്പീഡ്, അങ്ങനത്തെ പരിപാടികളില്ല. നമ്മൾ ഒരേ സ്റ്റഡി. പിന്നെ സാർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രാഫ് ഉണ്ട്, നല്ല ഗ്രാഫാണ്. ഞാൻ കണ്ടിട്ടുണ്ടോ? ഇത് ഇങ്ങനെ ഉണ്ടാവുക, മീൻസ് ഭയങ്കര ഇങ്ങനെ ഉണ്ടാവും. ഇതാ ഗ്രാഫ്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേ 1 ആണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഒരു ഡേ 30, മാക്സിമം ഡേ 60. ഇത്ര പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 3 months, ഡേ 90. ഈ ആൾക്കാരാണ് ഇത്ര പോര ആൾക്കാരെ. ഇവരാണ് ആ 75,000 ആൾക്കാർ. ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 12 ലക്ഷം കേട്ടോ. ഈ 12 ലക്ഷത്തില് ഇത്ര പോരെ ആൾക്കാർ പ്രിലിംസിന് അപ്ലൈ ചെയ്യും. അതില് ഇത്ര പോരെ ആൾക്കാർ പോയിട്ട് അറ്റൻഡ് ചെയ്യും. അതിൽ ഇത്ര പോരെ ആൾക്കാർ നല്ല മാർക്കിന്, അതിൽ ഇത്ര പോരെ ആൾക്കാർ പ്രിലിംസ് ക്വാളിഫൈ ആവും. ഇവരെ പ്രത്യേകത എന്താ അറിയാം? ഇവരെ ഗ്രാഫ് എങ്ങനെയാ ഉണ്ടാവും അറിയാം? ഇവരെ ഗ്രാഫ് ഓൾമോസ്റ്റ് സ്റ്റഡി ആയിരിക്കും. ഇടയ്ക്ക് ചെറിയ ഡൗൺ ഒക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഓൾമോസ്റ്റ് സ്റ്റഡി ആയിരിക്കും. ഈ ഡൗൺ ആവുന്ന വെച്ചാൽ ഇടയ്ക്ക് ഒരാഴ്ച പഠിക്കാണ്ടിരിക്കുക, അടുത്ത ആഴ്ച അത് പിക്കപ്പ് ചെയ്യും, പിന്നെ അത് പഠിക്കാണ്ടിരിക്കുക, പിന്നെ എന്തെങ്കിലും വരുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഡൗൺ ആയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ട് അങ്ങ് പഠിച്ചു പോകും. ഇവരാണ് ആ ടോപ്പിലുള്ള 15,000 ആൾക്കാർ പ്രിലിംസ് പാസ്സാവുന്നത്. മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ആൻസർ റൈറ്റിംഗ് ആണ്, പ്ലസ് എത്തിക്സ്. എത്തിക്സ് നിങ്ങൾ അത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പ്ലസ് എസ്സേ. ഓക്കെ, ഈ ആൻസർ റൈറ്റിംഗ്, എത്തിക്സ്, എസ്സേ, ഇതാണ് മെയിൻസ്. കാരണം ഈ ആൻസർ റൈറ്റിംഗിന് വേണ്ട മിക്കവാറും സാധനങ്ങൾ നിങ്ങൾ പ്രിലിംസിന്റെ ടൈമിൽ
ശകലം പഠിച്ചിട്ടുണ്ടാവും. അവിടെ ആൻസർ റൈറ്റിംഗ് മാത്രം. ഉം. പിന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാത്രമാണ്, നിങ്ങളുടെ ക്വാളിറ്റീസ് മാത്രമാണ്. ഓക്കെ, നിങ്ങളൊരു സിവിൽ സർവന്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു IAS കാരനാവാൻ എത്രമാത്രം എലിജിബിൾ ആണെന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മഞ്ജുമ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡേ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡേ 90ക്ക് ഈക്വാലന്റ് ആണ്, ഡേ 365 ഈക്വാലന്റ് ആണ്. സോ ഡേ 1 മുതൽ തന്നെ 3 കാര്യങ്ങൾ കറക്റ്റായി ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ ഈ ഒരുപാട് പഠിക്കാനുള്ളതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് പഠിക്കേണ്ടതിനെ കുറിച്ചും ഇന്ന് ചെയ്യേണ്ടതിനെ കുറിച്ചും മാത്രം ടെൻഷൻ അടിക്കുക. ഓരോ ദിവസവും അത് മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 30 ദിവസം കഴിയുമ്പോൾ 30 ദിവസത്തെ കണ്ടന്റ് നമ്മൾ പഠിച്ചു. ഓക്കെ ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ടാർഗറ്റ് വെച്ചത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അതിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ചൂരൽ പിടിച്ചിട്ട് ചെയ്യിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ സ്വയം തോന്നി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിക്കും. ഓക്കെ, അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഔട്ടാഴ്ച ഉണ്ടാവും. ഓക്കെ ഓക്കെ സർ, എനിക്ക് 2025 എഴുതാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഇനി 2025 എഴുതാൻ വേണ്ടിയിട്ട് മഞ്ജുമക്ക് കോൺഫിഡൻസ് വരാൻ ടൈം ആയിട്ടില്ലല്ലോ. എന്നാലും എനിക്ക് മഞ്ജുമ ആദ്യം പഠിക്കും. മഞ്ജുമ പഠിച്ചുവാ? ഏത് സബ്ജക്റ്റാ മഞ്ജുമ പഠിച്ചേ? പഠിച്ചിട്ടില്ല. എങ്ങനെ കോൺഫിഡൻസ് വരുവാ മഞ്ജുമ? 2025 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നെന്ന് പറഞ്ഞാൽ 18 മാസം കഴിഞ്ഞിട്ടാണ്. 18 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 365 + 380 കൂട്ടിയാൽ 5 4 3 5 545 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. 545 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് സിവിൽ സർവീസ് എക്സാമിന്റെ കണ്ടന്റ് പഠിക്കാൻ പറ്റും. വെറും 3 ദിവസം. മഞ്ജുമ എന്തിനാ പേടിക്കും? മഞ്ജുമൊക്കെ ഇരട്ടി ദിവസം ഉണ്ട് കയ്യില്. അതായത് മഞ്ജുമക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് മഞ്ജുമക്ക് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്നാണ്. എനിക്ക് തീർക്കാൻ പറ്റുമോ ഒരു ഡൗട്ട്. ഇത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. 545 ഞാൻ 545 തന്നെ കണക്കൂട്ടെ. 545 ദിവസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? 545 ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമാണ്. ഇത്രയും ദിവസം മുന്നിൽ നിന്നിട്ട് എനിക്ക് തീർക്കാൻ പറ്റുമോ ഡൗട്ട് എന്തേ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്ന പരിപാടി ഒന്നും ഇല്ല. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ? ഡേ ടൈമില് ജോലിക്ക് പോകാൻ അങ്ങനെ ചെയ്യുന്നുണ്ടാ? ഇല്ല. അപ്പൊ 24 മണിക്കൂർ കയ്യിലുണ്ട്. ഒരു 8 മണിക്കൂർ ഉറങ്ങിക്കോ. 16 മണിക്കൂർ. 16 മണിക്കൂറൊന്നും ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റില്ല. ഒരു 8 മണിക്കൂർ വേണ്ട, 6 മണിക്കൂർ പഠിച്ചാൽ മതി. രാവിലെ 2 മണിക്കൂർ, ഉച്ചക്ക് 2 മണിക്കൂർ, രാത്രി 2 മണിക്കൂർ. പഠിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് 300 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. സർ, ഞാനപ്പോ മെയിൻസിന്റെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ ഇല്ലേ, അത് റീഡ് ചെയ്യണോ? ജസ്റ്റ് അതായത് മഞ്ജുമയുടെ പ്രശ്നം എന്താ അറിയോ? മഞ്ജുമൊക്കെ എങ്ങനെയാ തുടങ്ങേണ്ടത്? മഞ്ജുമ ആക്ച്വലി മീൻസ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായില്ലേ? മഞ്ജുമ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ആദ്യം മഞ്ജുമ ചെയ്യണമെന്ന് വെച്ചാല് UPSC എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കിയിട്ടുണ്ടോ? സിലബസ് 3 സ്റ്റേജ് ഉണ്ട്. 3 സ്റ്റേജില് നമുക്ക് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. മനസ്സിലാക്കി? മെയിൻസിൽ എത്ര സബ്ജക്ട് ഉണ്ട് മഞ്ജുമ പഠിക്കാൻ വേണ്ടി? എത്ര പേപ്പേഴ്സ് ഉണ്ട്? 9. ഏതൊക്കെ? പ്രിലിംസിൽ 2, മെയിൻസിൽ 9. ഏതൊക്കെയാ? essay, GS1, GS2, GS3, GS3, GS4,
ഓപ്ഷണൽ 2 ഓപ്ഷണൽ 2 പേപ്പർ, പിന്നെ ക്വാളിഫയിങ് പേപ്പേഴ്സ് 2. ക്വാളിഫയിങ് പേപ്പേഴ്സ് 2. ഓക്കെ. ആ GS 1 എന്തൊക്കെ വരും? GS1 ഹിസ്റ്ററി, ഹിസ്റ്ററി, ജോഗ്രഫി, ജോഗ്രഫി, പിന്നെ പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ജോഗ്രഫി മാത്രമേ. സൊസൈറ്റി ഇല്ലേ? സൊസൈറ്റി, അർബനൈസേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, പോപ്പുലേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, സൊസൈറ്റി ടോപ്പിക്കുകളുണ്ട്, ഇന്ത്യൻ സൊസൈറ്റി റിലേറ്റഡ് ടോപ്പിക്കുകളുണ്ട്. ഓക്കെ. ഹിസ്റ്ററിയിൽ ഏതൊക്കെ ഉണ്ട്? ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യ, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, ആൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ്, വേൾഡ് ഹിസ്റ്ററി. GS 2 ഏതൊക്കെ ഉണ്ട്? ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാം. ആർട്ട് ആൻഡ് കൾച്ചർ ആക്ച്വലി മെയിൻസിന്റെ സിലബസിൽ ആർട്ട് ആൻഡ് കൾച്ചറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. മെഡീവൽ നമ്മളത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് കൂട്ടും. GS 2 ഏതൊക്കെ ഉണ്ട്? പോളിറ്റി, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി ഒക്കെ ഒന്നാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻ, പിന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. പിന്നെ GS 3 എക്കണോമിക്സ്, എക്കണോമിക്സ് അല്ല, ഇന്ത്യൻ എക്കണോമി. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആണ്. നമുക്കതൊന്നും വേണ്ട, നമുക്ക് ഇന്ത്യൻ എക്കണോമിനെ കുറിച്ച് മാത്രം എടുക്കാം. എക്കണോമി, എൻവിറോൺമെന്റ്, സയൻസ് ആൻഡ് ടെക്, പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ പോട്ടെ. ഇനി GS 4 എത്തിക്സ്, ഒറ്റ പേപ്പർ. ഓക്കെ അല്ലേ? GS 4 എത്തിക്സ് ഒറ്റ പേപ്പർ അല്ലേ? ഇനി നമ്മളിപ്പോ ആദ്യം പഠിക്കാൻ എടുക്കുന്ന സബ്ജക്ട് ഏതാ? എക്കണോമി. എക്കണോമി പ്രിലിംസിന് വേണ്ടേ? മെയിൻസിന് വേണം. ഓക്കെ. അപ്പം എക്കണോമി നമ്മൾ ഈ 2 കാഴ്ചപ്പാടിലേക്ക് കൂടിയും പഠിക്കണം. അപ്പം ഏതൊരു സബ്ജക്ട് പഠിക്കുന്നതിനും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ വിഷയം മനസ്സിലാക്കാൻ പറ്റണം, സബ്ജക്ട് മനസ്സിലാക്കാൻ പറ്റണം, പ്ലസ് നമുക്ക് അതിന്റെ ബേസിസിൽ UPSCയുടെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുന്നത്. പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റണം, മെയിൻസിന്റെ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം അല്ലെ? എങ്ങനെ പഠിക്കാം? ഒന്നിക്കൽ നമുക്ക് NCERT എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് തുടങ്ങാം. ആദ്യം NCERTs കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് എല്ലാ ടെക്സ്റ്റ് ബുക്കും വേണ്ട കേട്ടോ. മൈക്രോ എക്കണോമിക്സ് വേണ്ട. മൈക്രോ വേണ്ട. ബാക്കിയുള്ള എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ NCERT കവർ ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടും എക്കണോമിനെ കുറിച്ചിട്ട്. അതിനുശേഷം രമേഷ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാം. ഇതാണ് ഒരു സ്ട്രാറ്റജി. ഇപ്പൊ പൂർണ്ണമായിട്ടും സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഇതാണ്. ഓക്കെ. ഇപ്പം മഞ്ജിമ പൂർണ്ണമായിട്ടും സെൽഫ് സ്റ്റഡി ചെയ്യുമല്ലോ ചെയ്യുന്നത്. നമ്മുടെ കൂടെ സെൽഫ് സ്റ്റഡി ചെയ്യുമല്ലോ ചെയ്യുന്നത്. ലേണേഴ്സിന്റെ കൂടെ ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇതിനെങ്ങനെ ചെയ്തെന്ന് വെച്ചാല്, ഇത് ഒറ്റക്ക് ഇപ്പൊ മഞ്ജിമ വേറെ ഒരാളെ ഹെൽപ്പും ഇല്ല, സ്വന്തം വീട്ടിലിരുന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിലാണ് ഈ ഒരു രീതി ചെയ്യേണ്ടത്. ഓക്കെ. കാരണം മഞ്ജിമക്ക് ആരും പറഞ്ഞു തരൂല NCERTയിൽ ഏത് ചാപ്റ്റർ ആദ്യം പഠിക്കണം, എന്നിട്ട് രമേഷ് സിംഗത്തെ ഏത് ചാപ്റ്റർ പഠിക്കണം, പിന്നെ NCERTയിൽ ഏത് ചാപ്റ്റർ പഠിക്കണം, പിന്നെ രമേഷ് സിംഗിന്റെ ടെക്സ്റ്റിലെ ഏത് ചാപ്റ്റർ പഠിക്കണം എന്ന്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നറിയാം? നമ്മളിവിടെ പിന്നെ സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് NCERTയിലെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. രമേഷ് സിംഗിന്റെ എല്ലാ ചാപ്റ്റേഴ്സും ടോപ്പിക്കുകളും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. നമ്മള് പിന്നെ മഞ്ജിമക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ക്ലബിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ പറഞ്ഞുതരും, നിങ്ങൾ ആദ്യം NCERTയിലെ ഇന്ന ചാപ്റ്റർ പഠിക്കും. ഉദാഹരണത്തിന് 1ാമത്തെ ചാപ്റ്റർ പഠിക്കും. അതിനുശേഷം രമേഷ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ പഠിക്കും. 2ാമത്തെ ചാപ്റ്ററിൽ ഇന്ന ടോപ്പിക്കുകൾ പഠിക്കും.
ഉം. എന്ന് പറഞ്ഞുതരും. ഉം. അതായത് നമ്മളിത് എങ്ങനെയാ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഈ NCERT-യിൽ പഠിച്ച സാധനത്തിനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ. ഓക്കെ, അതിൽ തന്നെ രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ടോപ്പിക്കുകളും പഠിക്കണമെന്ന് നമ്മൾ പറയൂല. UPSC-യുടെ സിലബസുമായിട്ട് ബന്ധമുള്ള UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം. കാരണം രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. അതിന്റെ കവറിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ആ. യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ BA എക്കണോമി പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ MA എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾക്കും യൂസ്ഫുൾ ആവുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ആ. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരമുള്ള കണ്ടന്റുകൾ അതിൽ ഉൾപ്പെടുത്തണ്ടേ? ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്ന ഒരാൾ ആ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഉം. ഓക്കെ, ഡൽഹി Okay. യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സോ MA എക്കണോമിക്സോ പഠിക്കുന്ന ഒരാൾ ആ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട് രമേശ് സിംഗിന്റെ. അപ്പൊ ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരമുള്ള കണ്ടന്റുകൾ ആ ടെക്സ്റ്റ് ബുക്കിൽ വേണ്ടേ? ആ. വേണം. നമുക്കത് ആവശ്യമുണ്ടോ? നമുക്കത് ആവശ്യമില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ BA എക്സാമിനോ MA എക്സാമിനോ അല്ലല്ലോ പഠിക്കുന്നേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മഞ്ജിമ? സർ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് കുറച്ച്. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഇപ്പോ? ആ, ഇപ്പൊ കേൾക്കുന്നു. ആ, അപ്പൊ അതില് യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഉണ്ട്. ആ. ഉദാഹരണത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആയിരിക്കും. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ട UPSC-ക്ക് റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം നമ്മൾ എടുത്തിട്ട് അതിൽ പറഞ്ഞുതരും ഈ ഡെയിലി ടോപ്പിക്ക് തരുന്നതിൽ. ആ. NCERT പഠിക്കുക. NCERT മിക്കവാറും കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കും. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കറസ്പോണ്ടിങ് ചാപ്റ്ററിലെ ആ ഒരു ടോപ്പിക്കുകൾ മാത്രമേ നിങ്ങൾ എടുത്ത് വായിക്കണ്ടൂ. ആ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നോട്ട് ഉണ്ടാക്കുക. ആ. നോട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് സ്റ്റൈലിലൊന്നും ഉണ്ടാക്കരുത്. ആ. വളരെ ക്രിസ്പായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന് നോട്ട് ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നോട്ടുകളായിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉം. മീൻസ് നമ്മൾ പഠിച്ച കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നോട്ട്. ഉം. ഇൻ കേസ് ഏതെങ്കിലും ഒരു പോയിന്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോ, നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും ഉണ്ടല്ലോ. നമുക്ക് ആ ഒരു ഭാഗം മാത്രം വേണമെങ്കിൽ പോയി ഒന്ന് ബുക്കായിട്ട് നോക്കിയിട്ട് വരാൻ പറ്റും. ആ. മറിച്ച് നമ്മളിത് മൊത്തം ഇവിടെ എഴുതി വെക്കാൻ പോയി കഴിഞ്ഞാൽ നോട്ട് ബുക്ക് വലിയ 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 നോട്ടായി മാറും, സമയം ഒരുപാട് എടുക്കും. ആ. ക്രിസ്പായിട്ട് നമുക്ക് അന്നേ ദിവസം വൈകുന്നേരം ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിസ്പായിട്ടുള്ള നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ആ. എന്നിട്ട് അന്നേ വൈകുന്നേരം തന്നെ നമ്മൾ ഓർത്തെടുക്കുമല്ലോ, ആ. വേഗം ഓർത്തെടുക്കാനും പറ്റും. എന്നിട്ട് അന്നേ ദിവസം തന്നെ അത് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഉം. ഇതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ. ഓക്കെ, അപ്പൊ മഞ്ജിമ ഒരു കാര്യം ചെയ്. മഞ്ജിമ നാളെ, അതായത് ഇപ്പൊ നാളെ മഞ്ജിമ ഇപ്പൊ എങ്ങനെയാ, വീക്ക് 1 കംപ്ലീറ്റഡ് ആണോ? കോൺഫിഡൻസ് ഉണ്ടോ? വീക്ക് 1 കംപ്ലീറ്റഡ് ആണോ എന്ന് വെച്ചാൽ വീക്ക് 1 തീർത്തു, ആ പഠിച്ച ഓർമ്മ. അപ്പൊ നാളെ Day 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ളതെല്ലാം 0യിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. നാളെ Day 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, Day 1 സ്റ്റാർട്ട് ചെയ്യാം. Day 1 പറഞ്ഞ കാര്യങ്ങൾ നാളെ രാവിലെ എണീച്ചിട്ട് NCERT ടെക്സ്റ്റ് ബുക്കും രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കും പഠിക്കുക. അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഉണ്ടാക്കിയെടുക്കുക, നോട്ട് കുറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു കൈമലുള്ള ബുക്കിലോ ഒക്കെ നോട്ട് കുറിച്ചെടുക്കാൻ ശ്രമിക്കുക. വൈകുന്നേരം Day 1 കാര്യങ്ങൾ മൊത്തം ഒന്ന് റിവിഷൻ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും ഭാഗം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയാലും മതി. അന്നേരം കറക്റ്റ് ആയിട്ട് ഓർമ്മ വരും. എന്നിട്ട് നാളത്തെ 15 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം, സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്ക്. എന്നിട്ട് നാളെ വൈകുന്നേരം ഇത് ചെയ്തതിന് ശേഷം 8129762349 ഈ നമ്പർ ഉണ്ടോ, കയ്യിലുണ്ടോ? നമ്പറാ വാട്സപ്പില്. ഈ നമ്പറിലേക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് വോയിസ് ആയിട്ട് അയക്കണം. എന്തായക്കും? വോയിസ് ആയിട്ട് അയക്കണം. അതായത് അന്നത്തെ ദിവസം ഇന്നത്തെ മൊത്തം ടോപ്പിക് പഠിച്ച് തീർക്കാൻ പറ്റിയോ, ഇന്നത്തെ സംഭവങ്ങൾ റിവിഷൻ ചെയ്തെടുക്കാൻ ഓക്കെ ആയിരുന്നു, അല്ല ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണേ. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് നേരിട്ട് എന്നാണെന്നുള്ളത് ഒന്ന് വോയിസ് ആയിട്ട് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇത്രയും സമയം എടുത്തിട്ട് മഞ്ജിമക്ക് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാല് മഞ്ജിമ കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ വീക്കിലേ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ മഞ്ജിമ ഒറ്റ രീതി ഫോളോ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ആഴ്ച മഞ്ജിമക്ക് ഇതേപോലെ പറഞ്ഞുതരാൻ തരാതിരിക്കാൻ കാരണം എന്ന് വെച്ചാല് മഞ്ജിമ ഓൾറെഡി ഒരു രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അതിനെ വെറുതെ ഒബ്സ്ട്രക്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്.
ആ അപ്പൊ ഞാൻ ഈ ഒരാഴ്ചയും കൂടെ ഞാൻ നോക്കി. ഈ ഒരാഴ്ച നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മഞ്ജിമയുടെ പരിപാടി മഞ്ജിമക്ക് നടക്കുന്നില്ല. ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ രീതി ഞാൻ മഞ്ജിമക്ക് പറഞ്ഞു തന്നു. ആ മഞ്ജിമ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാഴ്ച ഈ നമ്മുടെ രീതി ഫോളോ ചെയ്യണം. ആ എന്നിട്ട് മഞ്ജിമക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ആ നാളെ എന്തായാലും ഫസ്റ്റ് ഡേ എനിക്ക് അയച്ചു തരണം. ആ ഓക്കെ? ഓക്കെ സർ. അപ്പൊ അത് ഓക്കെ കേട്ടിട്ട് സർ. ഞാൻ പറയാം എന്താ മാറ്റം വരുത്തേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ആ ക്ലിയർ അല്ലേ? ആ ക്ലിയർ. ഓക്കെ. താങ്ക് യു സർ. ഇപ്പൊ ഒരു ആത്മവിശ്വാസം ഉണ്ടാ? ഉണ്ട് ഉണ്ട്. അതെ. താങ്ക് യു. അപ്പൊ ആത്മവിശ്വാസം കെടാണ്ട് സൂക്ഷിക്കണേ. ആ ഓക്കെ. അപ്പൊ താങ്ക് യു ആതിര, സർ. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ആതിര? 9:30 ടൈം തോന്നുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? കഴിച്ചു. ഇതിന്റെ ഗ്യാപ്പിൽ കഴിച്ചു. മഞ്ജിമ കഴിച്ചോ? ഇല്ല സർ, കഴിക്കണം. എന്റെ അവസ്ഥ അതല്ലേ. അപ്പൊ പിന്നെ ഞാനിത് വായിക്കാണ്. അപ്പൊ ആ പറഞ്ഞ പോലെ ഓക്കെ നെക്സ്റ്റ് സർ. വീക്ക് നെക്സ്റ്റ് സൺഡേ നമ്മൾ ഇതേപോലെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. മഞ്ജിമക്ക് നാളത്തേക്ക് ഒരു ടാസ്ക് ഉണ്ട്. ആപ്പിൽ ജോയിൻ ചെയ്യാൻ ആ പറ്റുന്നില്ല. കേട്ടില്ല. എനിക്ക് ആപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വിളിച്ചത് വേറെയാ. ലിങ്ക് ഇവിടെ അയച്ചിട്ട് ഇത് അത് ലിങ്ക് അയച്ചു സൂമിന്റെ വന്നിട്ടാണ് എനിക്ക് ഞാൻ ജോയിൻ ചെയ്തത്. മീൻസ് എന്നിട്ട് സൂമിലാണോ ഇപ്പൊ ജോയിൻ ചെയ്തേ? അതെ അതെ. ഓക്കെ. അത് ചില ആൾക്കാരുടെ ആപ്പിൽ ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൻഡ്രോയിഡ് വേർഷനുമായി ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂ. അതായത് ഫോൺ ഏത് മോഡലാ, ഏത് വർഷം വാങ്ങിയതാ? ഇപ്പൊ ഈ വർഷം വാങ്ങിയതാണ് ആൻഡ്രോയിഡ് 2 12 ആണ്. വർഷത്താ. അപ്പൊ വലിയ ഇഷ്യൂ ഉണ്ടാവേണ്ട കേസ് അല്ല. ഏത് മോഡൽ, ഏതാ ഫോണ്, മോഡൽ ഏതാ? റെഡ്മി. റെഡ്മിയാ? റെഡ്മിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവേണ്ട സാധ്യതയില്ലല്ലോപ്പാ. ഒന്ന് ആപ്പ് അറിയില്ല. ചെക്ക് ചെയ്യാം. ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോ മറ്റേ എന്താ പറയാ, കോഴ്സ് എക്സ്പയർഡ് എന്നാണ് കാണിക്കുന്നത്. എന്ത് എക്സ്പയർഡ്? കോഴ്സ് മറ്റേ ലൈവ് കോഴ്സ് എക്സ്പയർഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ. അതെന്ത് ചെയ്താൽ അറിയാം, നിങ്ങളുടെ മറ്റേ ലൈബ്രറിയിൽ പോവാം. ആപ്പിന്റെ താഴെ ലൈബ്രറി ബട്ടൺ ഇല്ലേ, അതില് നിങ്ങളെ ഈ ആഡ് ചെയ്ത കോഴ്സ് ഉണ്ടാവും. ഈ ലൈബ്രറി നിങ്ങളെ ആക്സസ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടാവല്ലോ, അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. നോക്കട്ടെ സാർ. ഒരു മിനിറ്റ്, ഞാനൊരു സ്ലൈഡ് ഉണ്ട് നോക്കട്ടെ. ഞാൻ ലൈബ്രറിയിൽ പോയി 1% ക്ലബ് എടുത്തു. അതിലിപ്പോ ഇങ്ങനെ കാണിക്കുന്ന വെച്ചാല് ലൈവ് റിവ്യൂ 1% ക്ലബ് മറ്റേ കഴിഞ്ഞ ഡേറ്റ് ആണ് 16/1 ആ ഡേറ്റ് മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. 16/1 മാത്രമേ കാണുന്നുള്ളൂ. ഒരു മിനിറ്റ്. ബാക്കി ദ കോഴ്സ് ഹാസ് എക്സ്പയർഡ് എന്നാണ് പറയുന്നത്. അതിന്റെ കോഴ്സിന്റെ വാലിഡിറ്റി ഡേറ്റ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ? വാലിഡ് ടിൽ 16/1/2024. 16/1/2024. അപ്പോ കോഴ്സിന്റെ ഡേറ്റ് കഴിഞ്ഞല്ലോ. മീൻസ് അതൊന്ന് ചെയ്താന്നറിയോ, ഈ 81297 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, അതേത് നമ്പർ സാർ? ഞാൻ സ്ക്രീൻഷോട്ട് എഴുതി. അങ്ങനെ ഒരു നമ്പർ ഇല്ലേ? അങ്ങനെ എനിക്ക് എന്റെ മറ്റേ നമ്പറാണ് ഒരു 7306 സ്റ്റാർട്ട് ചെയ്യുന്നേ. ഒരു മിനിറ്റ് സാർ, ഞാൻ ഇപ്പൊ നോക്കിട്ട് പറഞ്ഞു. ഒരു ലാസ്റ്റ് 2 എത്തിയ 902 ഞാൻ 7306. ആര്യയുടെ നമ്പർ ചെക്ക് ചെയ്യട്ടെ. ലാസ്റ്റ് 02 എൻഡ് ചെയ്യുന്നത് 7306876902. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ. ഈ വാലിഡിറ്റി എന്ന് പറയുന്ന സാധനങ്ങൾ നിങ്ങളിപ്പോ 1% ക്ലബിൽ കയറുമ്പോ ഇത് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പൊ സ്ക്രീനിൽ എന്താ കാണുന്നത്? വിസിബിലിറ്റി ഇപ്പൊ ഞാനിപ്പോ മറ്റേ നമ്മുടെ ആപ്പ് എടുത്തിട്ട് ലൈബ്രറി. അങ്ങനെയല്ല. ഈ സൂമിന്റെ മീറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാലേ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഒന്നുമില്ല. 1 മിനിറ്റ്, ഞാൻ ലോഡ് ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടോ? നിങ്ങൾ 1% ക്ലബ്ബ് വന്നില്ലേ? 1% ക്ലബ്ബ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വാലിഡിറ്റി ഈ ഡേറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തണം.
2025 എന്നുള്ളത് അല്ലേ? 31/12/2025 ആണോ എന്ന് ഉറപ്പുവരുത്തണം. 3 സാധനങ്ങൾ: ഫൗണ്ടേഷൻ കോഴ്സ് 1% കറണ്ട് അഫയേഴ്സ് ക്ലബില് പിന്നെ ഡെയിലി എന്താ ഷെഡ്യൂൾ. പറയാ, ഡെയിലി ഷെഡ്യൂൾ ഇല്ലേ? ഡെയിലി ആ. ഷെഡ്യൂളും അതേപോലെ കറണ്ട് അഫയേഴ്സിന്റെ 2025 ആണുള്ളത്. കറണ്ട് നമ്മുടെ ഈ അഫയേഴ്സ് ലൈവ് ഡെയിലി ഷെഡ്യൂളിൽ 2025 തന്നെയാണോ? നമ്മുടെ ഈ ലൈവ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഒരു കൂടി കോഴ്സ് ഉണ്ട്. കൂടി ഇതിന്റെ അകത്തുണ്ടോ? ലൈവ് റിവ്യൂ അത് മാത്രമാണ് ഈ 16/1/2025. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ചാല് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ആപ്പിനിയുടെ സ്ക്രീൻഷോട്ട് വരും. എങ്ങനെ? ഈ ആപ്പിന്റെ ഈ പേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി. വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ആ ഓക്കെ, അപ്പൊ അവര് ഈ ഡേറ്റിലേക്ക് വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് തരും. ആ ഓക്കെ, അത് ആ വാലിഡിറ്റിയുടെ ഇഷ്യൂ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഞാനും ഒന്ന് പറഞ്ഞു വെച്ചേക്കാം, ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തോ. അപ്പൊ അടുത്ത ആഴ്ച മുതൽ ആ പ്രശ്നം അങ്ങ് സോൾവ് ആയിപ്പോ. സർ എനിക്കും അങ്ങനെ തന്നെ പ്രശ്നം. ഇതേ പ്രശ്നം തന്നെയാണോ? അതെ. അപ്പൊ ഇതേ കാര്യം തന്നെ ഒന്ന് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അവരോട് പറയാം. പിന്നെ ഞാൻ എന്തായാലും അവരോട് പറയാം. മീൻസ് നിങ്ങൾ ഒന്ന് ഇൻഡിവിജ്വലി ഒന്ന് മെസ്സേജ് അയച്ചോ ആ നമ്പറിലേക്ക് കേട്ടോ. ഓക്കെ, നാളെ മഞ്ജിമ വോയിസ് അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞ നമ്പറാണ്. ഈ നമ്പർ ഉണ്ടോ? 8129762349. ആപ്പില് സെർച്ച് ചെയ്താൽ കിട്ടും. ആപ്പിൽ സെർച്ച് ചെയ്ത നമ്പർ കിട്ടോ? അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്താലും മതി. ഈ നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ 6282444908. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി. മറ്റേ ആ 73 ടൈം അത് നമുക്ക് ഡേ ടൈമിൽ മാത്രമേ ആക്സസ് ഉള്ളൂ. അത് സ്റ്റാഫിന്റെ നമ്പറാണ്. സ്റ്റാഫ് ഡേ ടൈമിലേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയച്ചാൽ മതി. 8129762349 അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു വെച്ചേക്കാം ഇങ്ങനെ അയക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഡേറ്റിന്റെ കാര്യം നിങ്ങൾ മറ്റേ നമ്പറിലേക്ക് തന്നെ അയച്ചാൽ മതി. നാളെ പകല് ഞാനത് ഓൾറെഡി പറഞ്ഞു വെച്ചേക്കാം. അപ്പൊ അവര് ചെയ്തോളൂ കേട്ടോ. ഓക്കെ സർ. ഓക്കെ, അപ്പൊ ആപ്പിന്റെ ഇഷ്യൂസ് ഉള്ളോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. 9:40. ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഞാൻ ഇന്ന് നമ്മുടെ പഴയ ബാച്ചിന് വേണ്ടിയിട്ടും 8:30 സെഷൻ ഷെഡ്യൂൾ ചെയ്താ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടപ്പോ തുടർച്ചയായിട്ട് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്തു. അവർക്ക് അവരത് ഇന്ന് ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ പരിപാടി പാളിപ്പോട്ടെ. 9:30 ആവട്ടെ. അപ്പൊ പിന്നെ ഓക്കെ, ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ മഞ്ജുക്ക് നാളത്തേക്ക് ഒരു വർക്ക് ഉണ്ട്. മറ്റുള്ളവരെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വോയിസ് അയച്ചാൽ മതി. 8129762349. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അയച്ചാൽ മതി, നമുക്ക് അഡ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ.